Father. Good evening, Father. Good evening, Father. Yes. Good evening, Father. Good evening, all. How are you all doing? Good evening, Father. Fine, Great. Father. Good, Fine, Father. Today, ഇന്ന് മലയാളം അല്ലേ? സോറി. യെസ്. അപ്പോ ഇന്ന് പങ്ക്ച്വൽ ആയിട്ട് കൃത്യം 5 മണിക്ക് ഹൗസ്ഫുൾ ആയത് കറക്റ്റ്. റെഡി ആണോ തുടങ്ങാൻ? Yes, Father. Yes, Father. Yes, Father. Yes, Father. Father. ഇതൊരു റിപ്പീറ്റ് സെഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ ബോറിംഗ് ആയിരിക്കും. ക്ലാസ് എന്തായാലും കേട്ടാലും ഞങ്ങൾക്ക് ബോർ ആവില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു വാക്കെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. വേണോ? എന്നാ കുഴപ്പമില്ല. അപ്പൊ നേരിട്ട് അങ്ങ് തുടങ്ങാന്ന് വിചാരിക്കുന്നു. നമ്മുടെ മിഷൻ എന്നാന്ന് എല്ലാവർക്കും അറിയാം. OET സ്നേഹിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ അതെനിക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് അത്ര പവർഫുൾ ആയിട്ട് പറയാനാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. OET-യുമായി പ്രണയത്തിലാകൂ. മൊത്തം പറയണം, ഒരു 4 സെന്റൻസ് എങ്കിലും പറയണം. To fall in love with OET is our mission. To make you fall in love with OET. OET സ്നേഹത്തിലാവും. OET സ്നേഹിക്കൂ. ഇൻ ഷോർട്ട്. സ്നേഹിച്ച് പഠിക്കുക. To fall in love with OET എന്നുള്ള ആ ഒരു പഞ്ച് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഭയങ്കര എന്നാ പറയണേ, ഒരു വികാരം ഇല്ലാണ്ട പറയണേ. OET സ്നേഹിച്ച് പഠിക്കുക. OET പ്രണയിക്കുക. OET സ്നേഹിക്കുക. അല്ലല്ല, ഇതാണ് പറയേണ്ടത്. ആ മിഷൻ ഈസ് ടു മേക്ക് യു fall in love with OET. ആ മിഷൻ ഈസ് ടു മേക്ക് യു fall in love with OET. മലയാളം കറക്റ്റ് അറിയാതെ ശക്തമായിട്ട് പറഞ്ഞേ, ഒരു പഞ്ചോട് കൂടി പറയണം. വെറുതെ ഈ പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി എന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ലക്ഷ്യം OET സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക. ഓക്കെ, അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നല്ലേ. ഞങ്ങളുടെ ലക്ഷ്യം OET സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക. ഓക്കെ, അതിനേക്കാളും വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ബ്ലെസ്സി എന്തോ പറഞ്ഞാൽ കേട്ടില്ല. ചങ്ങാത്തത്തിലാവുക. അത് തന്നെ ലക്ഷ്യം പറഞ്ഞ സ്വന്തമാക്കുക. എനിക്ക് പക്ഷെ മലയാളം അങ്ങ് അത്ര പഞ്ചോട് കൂടി ഒരു മലയാളം കിട്ടിയില്ല. നോക്കാം, പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. ആലോചിച്ച് വെച്ചാൽ മതി. അപ്പം നമ്മൾ എടുക്കുന്നത് ഇന്ന് OET ലിസണിങ് പാർട്ട് C ടെക്സ്റ്റ് 2. അതായത് മോണോലോഗാണ്, ഒരാള് സംസാരിക്കുന്നതാണ്. ടെക്സ്റ്റ് 1 നിങ്ങൾക്കറിയാം, അതൊരു ഡയലോഗാണ് രണ്ടുപേര് തമ്മിൽ. എല്ലാവരും പറയുന്ന ചോദ്യോത്തരം ആയതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ടെക്സ്റ്റ് 2 മോണോലോഗാണ്, ഒരാൾ തന്നെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമായതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. അതിനെ കൃത്യമായിട്ട് അപ്പൊ ആവർത്തിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്കിപ്പ് ചെയ്യാണ്ട് ഒരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് അറിഞ്ഞിട്ട് മാത്രം അടുത്തതിലേക്ക് പോകാവുള്ളൂ. ലിസണിങ് ആണെങ്കിൽ ഒരു ഓഡിയോ ക്ലിയർ ആയിട്ട് ഒരു ടാസ്ക് ചെയ്ത് മനസ്സിലായിട്ട് അടുത്തതിലേക്ക് പോകാവൂ. അത് 1 ദിവസമാകാം, 2 ദിവസമാകാം, 3 ദിവസമാകാം, ഒരാഴ്ച എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ലിസണിങ് പാർട്ട് C ടെക്സ്റ്റ് 2, ഓഡിയോ 2 എന്ന് പറയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയാം. നമ്മൾ ഓഡിയോയോ ടെക്സ്റ്റോ ഏത് യൂസ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം ആണ്. കാരണം രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ലിസണിങ്ങും റീഡിങ്ങും ഞാൻ പറഞ്ഞതുപോലെ ലിസണിങ്ങിൽ നിങ്ങൾ കേട്ടുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കുന്നു, റീഡിങ്ങിൽ വായിച്ച് ആൻസർ കണ്ടുപിടിക്കുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്ട്രാറ്റജീസ് എല്ലാം സെയിം ആണ്. അപ്പം സാധാരണ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ പിടികിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ PPT ഞാൻ ആക്കിയിട്ടുണ്ട്. PPT കാണാത്തത് കൊണ്ടായിരിക്കും പിടികിട്ടാത്ത. ലിസണിങ് പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതോടൊപ്പം എഴുതി പോകാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫലപ്രദം. അപ്പം ലിസണിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ സീക്വൻസ്, അതിന്റെ പ്രാക്ടീസിന്റെ സ്റ്റെപ്പുകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എഴുതി വെക്കാം. എഴുതി വെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടേതായ രീതിയിൽ, ഇത് എക്സാമിനൊന്നും ഉള്ളതല്ല. അപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചാലും മതി. ലിസണിങ് പ്രാക്ടീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1, ഡു ദ ടെസ്റ്റ് അണ്ടർ എക്സാം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ അതേ സമയമൊക്കെ പരിധികളൊക്കെ പരിഗണിച്ചുകൊണ്ട് എക്സാമിന് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ലിസണിങ്ങിന്റെ ABC പാർട്ട് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് തീർന്നില്ലെങ്കിലും നിങ്ങൾ അന്നേരം നിർത്തണം, മുന്നോട്ട് പോകരുത്. ഒരു അലാറം വെച്ചിട്ട് ചെയ്യുക. സ്റ്റെപ്പ് 2, റെഫർ ദ കീ ആൻഡ് ഐഡന്റിഫൈ ദ മിസ്റ്റേക്സ്. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടാസ്ക് പൂർത്തിയായെങ്കിലും ഇല്ലെങ്കിലും കീ റെഫർ ചെയ്തിട്ട് എത്ര മിസ്റ്റേക്കുകളുണ്ട്, എത്ര ശരി ആൻസർ ഉണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റാത്തതും തെറ്റായിട്ട് പരിഗണിച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുക. മിസ്റ്റേക്ക് എന്തോ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം അല്പസമയം. എന്നാൽ പിന്നെ നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാം. പെട്ടെന്ന് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അൺമ്യൂട്ട് ചെയ്യാനുള്ള സമയം തരും. സ്റ്റെപ്പ് 3,
refer the key. Step 3. Record your score on self-assessment form. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ഫോം ഉണ്ട് എഡ്യൂസ്കില്ലിന്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കോർ സെൽഫ് അസസ്മെന്റ് ഫോമിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇതിന്റെ പ്രാധാന്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സാം ഡേറ്റ് എടുത്തോട്ടെ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഇത് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള സെൽഫ് അസസ്മെന്റ് ഫോം ഒരുമിച്ച് എനിക്ക് അയച്ചു തന്നാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് എനിക്ക് ഒന്ന് അസസ് ചെയ്യാനും സ്ക്രീൻ ചെയ്യാനും നിങ്ങൾക്ക് കോമ്പിറ്റൻസി എന്താണെന്ന് പറഞ്ഞു തരാനും സാധിക്കും, കോമ്പിറ്റൻസി ആയോ എന്ന്. സ്റ്റെപ്പ് 4, ലിസൺ ടു ദ ഓഡിയോ അഗെയിൻ ആൻഡ് ട്രൈ ടു ഐഡന്റിഫൈ ദി ആൻസേഴ്സ് ആൻഡ് റിലേറ്റഡ് സ്ട്രാറ്റജീസ്. വീണ്ടും ഓഡിയോ കേൾക്കുക, എന്നിട്ട് സ്ട്രാറ്റജീസ് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. അതായത് ആദ്യം കേട്ട അതേ ഓഡിയോ ആണ്, വീണ്ടും നമ്മൾ ആ കേട്ടതുപോലെ തന്നെ ഒന്ന് കേൾക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആൻസർ എന്താണെന്ന് തിരിച്ചറിഞ്ഞതാണ് കീയിൽ നിന്ന്, അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 5, ലിസൺ ടു ദ ഓഡിയോ പ്ലസ് റീഡ് ദ സ്ക്രിപ്റ്റ് പ്ലസ് മാർക്ക് ദി ആൻസേഴ്സ് ആൻഡ് ഹൈലൈറ്റ് ദി റിലേറ്റഡ് സ്ട്രാറ്റജീസ്. 5ാമത്തെ സ്റ്റെപ്പാണ് ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് മനസ്സിൽ വായിച്ചു പോവുക. ഓഡിയോ കേൾക്കുന്നത് പോലെ തന്നെ വായിച്ചു പോകുമ്പോൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക. കാരണം ലിസണിങ്ങിന് നിങ്ങൾക്ക് ഈ 3 സ്കിൽസ് ആണ് സൈമൾട്ടേനിയസ് ആയിട്ട്, മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യേണ്ടത്. അതായത് ഓഡിയോയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ ഓപ്ഷൻസും ചോദ്യങ്ങളും ഒക്കെ വായിക്കണം, അതുപോലെ തന്നെ ആൻസർ മാർക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ 3 കാര്യങ്ങൾ കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള സ്കില്ലാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ആ സ്പീഡ് കിട്ടുകയുള്ളൂ. പലർക്കും കോമ്പിറ്റൻസി ഇല്ലാഞ്ഞിട്ടല്ല, ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറേ ഇല്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓഡിയോ കേട്ടു, ആൻസർ കിട്ടി, പിന്നെ കീ നോക്കി ആൻസർ കിട്ടിയില്ലെന്ന് മനസ്സിലായി പോയി. അതോടുകൂടി എന്ത് പറ്റും, എത്ര പ്രാക്ടീസ് ചെയ്താലും എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. പലയിടത്തും ആൻസർ നിങ്ങളുടെ മനസ്സിൽ പതിയാതെ പോകും, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ 5ാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 6ാമത്തെ സ്റ്റെപ്പ്, ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി ഓഡിയോ ആൻഡ് സ്ക്രിപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രാറ്റജീസ് ഇൻവോൾവ്ഡ്. സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഓഡിയോയും സ്ക്രിപ്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യുക, മനസ്സിലാക്കുക, അതിനെ വിശ്ലേഷണം ചെയ്ത് അതിനെ ചുഴന്നിറങ്ങി നല്ലതുപോലെ ഡീപ്പായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. 7th step, analytically listen to the same audio repeatedly for a week. തുടർന്നുള്ള ഒരാഴ്ചക്കാലം അതേ ഓഡിയോ നിങ്ങൾ ഒരുപക്ഷെ പല ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഫുൾ ടൈം കേൾക്കാൻ പറ്റില്ലെങ്കിലും പാസീവ് ആയിട്ടാണെങ്കിലും നിങ്ങൾ കേൾക്കാനും അത് അനലൈസ് ചെയ്ത് പോകാനും, അതിൽ അവർ പറയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലിസണിങ് ഫോർ ഇമോഷൻസ്, പല ആൻസറും പറയാൻ നേരത്ത് അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനും, അവർ ആൻസർ പറയുമ്പോൾ സ്ട്രെസ് ചെയ്തത് അല്ലെങ്കിൽ പോസ് ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അതേ ഓഡിയോ ശ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസണിങ് സ്കില്ല് നല്ല പവർഫുൾ ആയിട്ട് ഡെവലപ്പ് ആകും. അപ്പൊ ഈ 7 സ്റ്റെപ്സ് ചെയ്യാണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ഇത് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, ഉറപ്പാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലിസണിങ്, അതുപോലെ തന്നെ റീഡിങ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, ഇതെല്ലാം ഡെവലപ്പ് ആവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി വൊക്കാബുലറീസ് കിട്ടും. അതുപോലെ എല്ലാ കാര്യങ്ങളും 4 സബ് ടെസ്റ്റിനും വേണ്ടിയുള്ള ഒരുക്കം ഓരോ സബ് ടെസ്റ്റും ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട്, അത് പ്രാക്ടിക്കലായിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനിയിപ്പം സ്കിം ദി ഓഡിയോ, ഞാൻ സാധാരണ പറയാറുള്ളതാണ്. ഓഡിയോ നിങ്ങൾ റീഡിങ്ങിന് ടെക്സ്റ്റ്, നിങ്ങളുടെ പാരഗ്രാഫ് സ്കിം ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തും ഓഡിയോ സ്കിം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ കേൾക്കുമ്പോൾ സ്കിം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം. 1 സിനോണിംസ്, 2 സിനോണിമസ് ലാംഗ്വേജ്. വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനോണിമസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് പകരമായിട്ട് മറ്റൊരു വാക്ക്, ഒരേ അർത്ഥം തരുന്ന വാക്ക്. സിനോണിമസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതാനും വാക്കുകളുടെ ഒരു കൂട്ടത്തെ വേറെ വാക്കുകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നു. പാരാഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനെ തിരിച്ച് വേറെ രീതിയിൽ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് ഒരു മുഴുവൻ സെന്റൻസിനെയും പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഓഡിയോ സ്കിം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സ്കിമ്മിങ് സ്കാനിങ്ങിനെ കുറിച്ച് പലപ്പോഴും നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്കിം ആൻഡ് സ്കാൻ മെത്തഡ് എന്ന് പറയാറുണ്ട്. സ്കിം ആൻഡ് സ്കാൻ മെത്തഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ എളുപ്പമല്ല. സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കി പോവുക.
അതായത് ഹെഡിങ്, സബ് ഹെഡിങ്, പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞ മെഡിക്കൽ ടേംസിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നതിനാ, ഒരു ജനറൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സംശയം വരുമ്പോൾ സ്കാൻ ചെയ്യും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പം ഡീപ്പ് റീഡിങ് അല്ലെങ്കിൽ ലിസണിങ്ങിനെയാണ് സ്കാനിങ് എന്ന് ഉദ്ദേശിക്കുക. സ്കിമ്മിങ് എന്ന് പറയുന്നത് വെറുതെ ചാടി ചാടി പോവുക. സ്കിം എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണല്ലോ. പ്രധാനപ്പെട്ട ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, അതുപോലെ തന്നെ വല്ല നമ്പറുകൾ, പെർസെന്റേജ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപോവുക. അപ്പൊ സിനോണിംസ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു വാക്കിന് മറുവാക്ക്, ഒരു സെയിം മീനിങ് ഉള്ള വേറെ വാക്ക് ഉപയോഗിക്കുക. സിനോണിംസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ, അതിനെ വേറെ രീതിയിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുക. പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനെ മുഴുവനും വേറൊരു രീതിയിൽ എഴുതുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക. അപ്പൊ ലിസണിങ്ങിൽ ഒരു രീതിയിലാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആൻസർ ഓപ്ഷൻസിൽ വേറൊരു രീതിയിലായിരിക്കും അത് എഴുതിയിട്ടുള്ളത്. വാക്കുകൾ വേറെയാണ്, പക്ഷെ ഉത്തരം സെയിം ആയിരിക്കും. അപ്പൊ ഇത് മൂന്നും ഒരേപോലെയുള്ള സംഭവമാണ്, പക്ഷെ വ്യത്യസ്തമാണ്. നാലാമത്തേത് സ്കെയില്. നിങ്ങളോട് പറഞ്ഞിരുന്നതിന് പ്രത്യേക ഉദാഹരണങ്ങൾ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നാളെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള സെഷനിൽ അത് ടീം കൃത്യമായിട്ട് എടുക്കും. സ്കെയിലും മോഡൽ വേർബ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ക്രോണോളജിക്കൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് നമുക്കറിയാവുന്നതാണ്. ക്രോണോളജി ഏതെങ്കിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് ഡേറ്റുകൾ, ഇയറുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നെയിം ഞാൻ പറഞ്ഞു, ഡിവൈസ്, ഡിസീസ്, പേഴ്സൺ, ഓർഗൻ, എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ അബ്രിവിയേഷൻസും ഉണ്ടാകാം. പേരുകൾ അബ്രിവിയേഷൻ രൂപത്തിലുണ്ടാകാം. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, നമ്പർ, ഏജോ ഇയറോ അങ്ങനെയുള്ളതൊക്കെ ആകാം. അതുപോലെ തന്നെ സ്റ്റെം വേർഡ്സ്. ഉദാഹരണത്തിന് വൈ എന്ന് പറഞ്ഞ റീസൺ ആണ്, ബിക്കോസ് എന്ന് പറഞ്ഞ കോസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വൈ എന്ന് പറഞ്ഞൊരു ചോദ്യം വൈ എന്ന വാക്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാരണമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് എന്ന് പറയുമ്പോഴാണ്, ബിക്കോസ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമാണെങ്കിൽ അവിടെ ഒരു കോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 11ാമത്തെ ടോപ്പിക് സെന്റൻസ് അല്ലെങ്കിൽ കീ വേർഡ് അല്ലെങ്കിൽ കീ ഫ്രേസ്. അതും നമുക്കറിയാവുന്നതാണ്. മിക്കവാറും സെന്റൻസിന്റെ ആരംഭത്തിലാണ് വരിക. ചിലപ്പം ആരംഭത്തിലും അവസാനത്തിലും ഉണ്ടാകാം, ചിലപ്പോൾ അവസാനം മാത്രം ഉണ്ടാകാം. ഭൂരിപക്ഷ സമയങ്ങളിലും പാസേജുകളിലും ആരംഭത്തിലായിരിക്കും. 12ാമത്തെ റെഫറൻസ്. ഓക്കെ, 12ാമത്തെ റെഫറൻസ്, 13 നെഗറ്റീവ് മീനിങ്, 14ാമത്തെ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ വായനയിൽ നമുക്ക് സ്കിമ്മിങ് മതി. ഈ ഓഡിയോ സ്കിം ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിസണിങ്ങിന്റെ സമയത്ത്, റീഡിങ്ങിന്റെ സമയത്ത് സ്കിം ചെയ്താൽ തന്നെ ഒട്ടുമുക്കാൽ ആൻസേഴ്സ് എല്ലാം കിട്ടും. വളരെ റയറായിട്ടേ കിട്ടാതെ പോവുകയുള്ളൂ. ലിസണിങ്ങിനകത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ചു പോയി ചെയ്യാൻ പറ്റില്ല, പക്ഷെ റീഡിങ്ങിലാണെങ്കിൽ തിരിച്ചു പോയി ചെയ്യാൻ സാധിക്കും. അപ്പം ടെക്സ്റ്റ് സീക്വൻസ് ആണ് അടുത്തത്. ടെക്സ്റ്റിനകത്തെ സീക്വൻസ് ഞാൻ പറഞ്ഞ, എപ്പോഴും നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു സീക്വൻസ് നിങ്ങളുടെ മനസ്സിൽ കാണുക. അതുപോലെ റീഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ഓഡിയോയിലാകുമ്പോൾ നിങ്ങൾക്ക് പോകുന്ന അനുസരിച്ച് ആ സീക്വൻസ് മനസ്സിലാക്കി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇന്നതായിരിക്കും നിങ്ങൾക്ക് പ്രസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും, ഇനി പറയാൻ പോകുന്ന ഇതാണെന്ന്. അതിന് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇന്നെടുക്കുന്ന ഓഡിയോയുടെ ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് ആണിത്. അപ്പൊ അത് നമുക്കൊന്ന് ഓഡിയോ ഒന്ന് കേട്ടിട്ട്, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞത് അടുത്ത പാരാഗ്രാഫ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനോട് കൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു ക്രോണോളജിക്കൽ എക്സ്പ്രഷൻ അവിടെയുണ്ട്. ദ ട്രയൽ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അടുത്ത പാരാഗ്രാഫ്, 3ാമത്തെ പാരാഗ്രാഫ് ബിഫോർ ദ ട്രയൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ ബിഫോർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ അവിടെ, ഒരു ഓർഡറിന്റെ എക്സ്പ്രഷൻ അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ടു മാനേജ് ദ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞ് വീണ്ടും ഓഡിയോയിൽ ലിസൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പാരയിൽ നിന്ന് വേറൊരു പാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ മാർക്കേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എക്സാമിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു ചോദ്യം കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുവാണെന്ന് മനസ്സിലാകും. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത്, ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് മുമ്പത്തെ ആൻസർ പാരാഗ്രാഫ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ പോർഷൻ തുടങ്ങിയപ്പോഴേ ആൻസർ കിട്ടിയായിരിക്കാം. പിന്നെ അത് ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആ ട്രാൻസിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 4ാമത്തെ പാരാഗ്രാഫിൽ ടു മാനേജ് ദ ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ടു മാനേജ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. 5ാമത്തേത് നൗ എന്ന് പറഞ്ഞു, ഇപ്പോൾ എന്ന് പറഞ്ഞ് അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ കൊടുത്ത്, സം ഓഫ് യു മേ ബി ഫെമിലിയർ വിത്ത് ദ അക്കോർഡ് സ്റ്റഡി into blood pressure levels several years ago, which in some respects was similar to sprint. അപ്പം similar to sprint, accord, sprint രണ്ട് സ്റ്റഡി. അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നു. സിമിലർ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ നടക്കുന്നു. അപ്പൊ ചോദ്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഡിഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിമിലർ ആണ്, അവിടെ ഡിഫർ ആണ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. ചോദ്യത്തിലും അത് തന്നെ അവർ ചെയ്തു. ഇവിടെ സിമിലർ എന്ന് പറഞ്ഞ് ടോപ്പിക് സെന്റൻസ് കൊടുത്തു, അവിടെ ഹൗ ഡസ് ഇറ്റ് ഡിഫർ എന്ന് ചോദിക്കും. അപ്പൊ കോൺട്രാസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും കോൺട്രാസ്റ്റ് ആണ്. അതിനകത്തുള്ള എല്ലാ സെന്റൻസും കോൺട്രാസ്റ്റ് ആണ്.
അത് കഴിഞ്ഞ് ആറാമത്തേത്, ടു സമ്മറൈസ് ദ സ്പ്രിന്റ് ട്രയൽ സീംസ് ടു സപ്പോർട്ട് 120 ആസ് എ റെക്കമെൻഡഡ് ബ്ലഡ് പ്രഷർ ടാർഗറ്റ് എന്ന് പറയുന്നു. അതും ടോപ്പിക് സെന്റൻസ് ആണ്. ഏഴാമത്തേത്, a few GPs have already been working with older patients to hit lower blood pressure goals, and the new data will doubtless encourage greater take-up of this more interventionist line of attack. അവിടെയും കൃത്യമായിട്ട് ടോപ്പിക് സെന്റൻസ് തന്നെ കാര്യങ്ങൾ ആൻസർ പറയുന്നുണ്ട്. അത് പിന്നീട് നമ്മൾ നോക്കുന്നതായിരിക്കും. നമുക്കൊന്ന് ഓഡിയോ കേൾക്കാം. ഈ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ദ ട്രയൽ ഇറ്റ് സെൽഫ് നിങ്ങളുടെ പേപ്പറും പേനയും കയ്യിലുണ്ടെങ്കിൽ റഫായിട്ടൊന്ന് എഴുതി വെച്ചോ. ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേത് ഫസ്റ്റ് ദ ട്രയൽ ഇറ്റ് സെൽഫ്. കാരണം നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊരു പ്രാക്ടീസ് സെഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓഡിയോ കേൾക്കുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ ട്രാൻസിഷനിൽ എന്തൊക്കെ വേരിയേഷൻസ് വരുന്നതെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ അവിടെ കുറിച്ച് വെച്ചോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ് ട്രാൻസിഷൻ. ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് ഇവർ പോവുകയാണ്, ഒരു പാരാഗ്രാഫിൽ നിന്ന് അടുത്ത പാരാഗ്രാഫിലേക്ക് പോവുകയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത് ഹലോ എന്ന് പറഞ്ഞു തുടങ്ങുന്നു, അത് ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനോട് കൂടി ഇത് കിടക്കുന്നു, ദ ട്രയൽ ഇറ്റ് സെൽഫ്. മൂന്നാമത്തേത് ബിഫോർ ദ ട്രയൽ. നാലാമത്തേത് ടു മാനേജ് ബ്ലഡ് പ്രഷർ, ടു മാനേജ് BP എന്ന് എഴുതിയാൽ മതി. അഞ്ചാമത്തേത് അക്കോർഡ് സ്പ്രിന്റ് സ്റ്റഡി. ആറാമത്തേത് സമ്മറിയാണ്. സമ്മറിയിൽ പറയുന്നത് സ്പ്രിന്റിന്റെ ഭാവിയിലേക്കുള്ള പ്രയോജനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്താണ്. അതായത് സ്പ്രിന്റ് സ്റ്റഡിയെ കുറിച്ച് ഓത്തർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ഓത്തറിന്റെ ഒപ്പീനിയൻ എന്താണ്. അപ്പൊ ഒപ്പീനിയൻ ചോദ്യമാണത്. ഏഴാമത്തേത് ഭാവിയിലേക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. സ്പ്രിന്റ് സ്റ്റഡി ഭാവിയിലേക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. ഞാൻ ഓഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. ഓഡിയോ കേൾക്കാവെന്ന് പറയണേ ആരെങ്കിലും. Now look at Extract 2. Extract 2, questions 37 to 42. You hear a presentation by a consultant cardiologist called Dr. Pamela Skelton, who's talking about a research trial called SPRINT, which investigated the effects of setting lower blood pressure targets. You now have 90 seconds to read questions 37 to 42. Hello, I'm Dr. Pamela Skelton, consultant cardiologist at this hospital, and I'm talking about the recent SPRINT study into the effects of setting lower blood pressure targets, which in turn affects the advice and medication which patients are given. I'm going to describe the patients who were selected, how the trial was conducted, and the implications of its results for us all as health professionals. Do you have a paper and pen with you? Yes, Father. Yeah. This is the introduction part. You have to write down what is the topic and what are the three things the speaker describes. There are three things being described in this audio. Introduction speaks
exactly what is the main topic and what are the three aspects the person is going to describe in this audio. Hello, I'm Dr. Pamela Skelton, consultant cardiologist at this hospital, and I'm talking about the recent SPRINT study into the effects of setting lower blood pressure targets, which in turn affects the advice and medication which patients are given. I'm going to describe the patients who were selected, how the trial was conducted, and the implications of its results for us all as health professionals. Did you get? Yes, Father. Who got it? Could you read it? What is the topic and what are the three aspects being described in the audio? Talking about print study. Print study Okay. and the aspects. Medications, Lower implications of its results. trials and implications. Advices, who all are the patients who participated, how the trial was, implication of this effect. Okay. Listen once again. The introduction part is the most important thing. Unless you understand what is the topic and what are the aspects being dealt in this audio, you will not be able to follow the audio. So listen carefully. Hello, I'm Dr. Pamela Skelton, consultant cardiologist at this hospital, and I'm talking about the recent SPRINT study into the effects of setting lower blood pressure targets, which in turn affects the advice and medication which patients are given. I'm going to describe the patients who were selected, how the trial was conducted, and the implications of its results for us all as health professionals. First, the trial itself. It involved over 9,000 hypertensive participants, aged 50 plus, most of whom were on blood pressure medication. They were randomly assigned to one of two groups, one with a goal of less than 120 millimeters systolic BP, the other with a goal of less than 140 millimeters, the traditional standard. The intention was to follow these patients for 5 years, factoring in the usual dropout rate. As it turned out, however, the trial was stopped after just 3 years, thanks to an all-cause mortality reduction of nearly 30% for the 120 group, which was definitive and shocking, but wonderful. As I mentioned, the participants were over 50s, and it goes without saying that as people age, they develop more diseases and health problems as a matter of course. But there was a specific group of over 75s who did just as well as younger patients. Before the trial, some medics referred to the natural stiffening of the arteries with ageing, suggesting that 120 was too low a target for the over 75s, risking an increase of dizzy spells, which would affect general well-being. But this concern turned out to be unfounded. Others thought there would be a failure to take the number of tablets needed to reach a BP of 120, especially among older participants. Again, this wasn't an issue. The average needed was just 3 per day. The over 75s, already on various drugs, didn't object to extra medication. Participants from this age group who didn't finish the trial were taken out because some conditions, which were already present, worsened. For example, in some cases, obesity levels rose too high. To manage their blood pressure, participants were given standard drugs, nothing experimental, just drugs that are readily available and low cost. Another key factor was that blood pressure was measured in a very specific way. Rather than give patients an arm cuff for at-home 24-hour ambulatory monitoring, an automated machine was used at the hospital. This took 3 separate readings and averaged them.
Also, readings were taken while staff were out of the room to avoid what's called white coat syndrome in patients. Now, some of you may be familiar with the ACCORD study into blood pressure levels several years ago, which in some respects was similar to SPRINT. There are some differences, though. For example, ACCORD was about half the size of SPRINT, and unlike SPRINT, the ACCORD study allowed diabetic patients to take part. Despite this, in general, the ACCORD participants were rather lower risk than those in the SPRINT trial, probably because of the slightly lower average age. The ACCORD trial didn't show a statistically significant benefit for overall cardiovascular outcomes, but there was a clear 40% reduction in strokes, even though that was a secondary outcome. So, to summarise, the SPRINT trial seems to support 120 as a recommended blood pressure target. This is doubtless a landmark study, and importantly, one which was sponsored by government rather than by the interests of pharmaceutical corporations. I recommend a note of caution, though, as SPRINT does contradict previous findings. The Cochrane view, in 2011 for example, said that lowering to under 140 didn't produce a change in the risk of death overall. However, we must bear in mind that Cochrane was looking retrospectively at trials which weren't actually focused on the same particular issue. So it's worth doing a full and systematic evaluation to see where the SPRINT trial fits in with what we already know. It's interesting that a few GPs have already been working with older patients to hit lower blood pressure goals, and the new data will doubtless encourage greater take-up of this more interventionist line of attack. But the SPRINT results don't mean that everyone with hypertension should be dropping to under 120. Plus, to achieve those lower levels, it's unlikely that lifestyle changes alone would be enough. It could well require several antihypertensive drugs as well. There remain some unanswered questions, of course. For example, whether other groups, like those with a lower heart attack risk, need to keep their blood pressure that low. So, while SPRINT can help guide doctors' decisions about some patients, it doesn't mean that a new universal standard for blood pressure is in order. Instead, it's a good reason for everyone to discuss with their doctor their own ideal and particular target. That is the end of Part C. You now have 2 minutes to check your answers. കാണാവോ? Yes, Father. Yes, Yes, Father. PPT കാണാവോ? Yes, Father. കാണാം. Okay. Yes. നിങ്ങൾ കുറിച്ച് വെച്ചതുപോലെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചോ? Yes, Father. അപ്പം ഞാൻ പറയണേ, ഇത് ഒരാഴ്ചക്കാലം നിങ്ങൾ ഒരെണ്ണം തന്നെ എടുത്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് നിങ്ങളുടെ ഒരു മെന്റൽ സെറ്റപ്പിൽ അതുണ്ടാകും. എങ്ങനെയാണ് ഒരു പാരാഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരാഗ്രാഫിലേക്ക്, അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിൽ നിന്നും മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോവുക എന്നുള്ളത്. അതുകൊണ്ട് ചിലരൊക്കെ അറ്റൻഡ് ചെയ്തായതുകൊണ്ടും ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ഓഡിയോ കേട്ടതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പല പ്രാവശ്യം കേൾപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ പോകുമ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ആണ് ഇങ്ങനെ കാണിച്ചത്. അപ്പൊ ഈ ഒരു സീക്വൻസ് ആണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കേണ്ടത്. ആദ്യം സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മൾ കണ്ടിരുന്നു ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു. 3 കാര്യങ്ങൾ എന്താണ്, സ്പ്രിന്റ് സ്റ്റഡിയെ കുറിച്ചാണ്. ഐ എം ഗോയിങ് ടു ഡിസ്ക്രൈബ് ദ പേഷ്യൻസ് ഹു ആർ സെലക്ടഡ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഈ ഓഡിയോയിൽ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആ സീക്വൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാര 1 ഇൻട്രൊഡക്ഷൻ, പാര 2 the trial itself, para 3 before the trial എന്ന് പറഞ്ഞ pre existing conditions, para 4 managing blood pressure. ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടോ, അല്പസമയത്ത് നിങ്ങളുടെ ഒന്ന് മ്യൂട്ട് ചെയ്തോണേ. യെസ്,
പാരാ 3 ബിഫോർ ദ ട്രയൽ എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ബിഫോർ ദ ട്രയൽ എന്തായിരുന്നു ആ പേഷ്യൻസിന്റെ സെലക്ട് ചെയ്യപ്പെട്ട പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? പാരാ 4 പറയുന്നത് മാനേജിങ് BP. പാരാ 5 പറയുന്നത് 2 സ്റ്റഡികളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അതായത് എക്കോർഡും സ്പ്രിന്റും. എക്കോർഡ് എന്ന് പറയുന്ന വേറൊരു സ്റ്റഡിന് മുമ്പ് നടന്നിരുന്നു, അതും ഇത് തമ്മിലുള്ള ഒരു തുലനം നടത്തുകയാണ്, കമ്പാരിസൺ നടത്തുകയാണ്. പാരാ 6 ഓത്തേഴ്സ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വ്യൂ ഒപ്പീനിയൻ ആണ് പറയുന്നത്. പാരാ 7 ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്സ് റിസൾട്ട്സ് ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഈ ഒരു പഠനം കൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസിന് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ സീക്വൻസ് ഒന്നുകൂടെ കൃത്യമായിട്ട് നോക്കാം. ഇത് മനസ്സിൽ ശരിക്കും പതിയണം. ആരംഭത്തിൽ, പിന്നീട് നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കോമ്പിറ്റൻസി വന്നു കഴിയുമ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേട്ടു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ സീക്വൻസ് മനസ്സിലാക്കും. അതെല്ലാം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബിഗിനിങ് സ്റ്റേജിലുള്ളവര്, കൃത്യമായി കോമ്പിറ്റൻസിയിൽ എത്താത്തവര്, അല്ലെങ്കിൽ പല പ്രാവശ്യം എഴുതിയിട്ടും സ്കോർ കിട്ടാത്തവര് ശരിക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ വഴി ചോദിച്ചു കഴിയുമ്പോൾ അതല്ലെന്ന് മനസ്സിലായ പിന്നെ തിരിച്ചു വന്നിട്ട് കവലയ്ക്ക് വന്നിട്ട് ശരിയായ വഴിക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ടെക്സ്റ്റിന്റെ സീക്വൻസ് കൃത്യമായിട്ട് പാരാ 1 ഇൻട്രൊഡക്ഷൻ, പാരാ 2 ദ ട്രയൽ ഇറ്റ് സെൽഫ്. ട്രയൽ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ ദ സ്പ്രിന്റ് സ്റ്റഡി, ആ സ്റ്റഡിയെ കുറിച്ച് തന്നെ. പാരാ 3 ബിഫോർ ദ ട്രയൽ, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഓഫ് ദ പേഷ്യന്റ്. പാരാ 4 മാനേജിംഗ് ബ്ലഡ് പ്രഷർ. പാരാ 5 അക്കോർഡ് വേഴ്സസ് സ്പ്രിന്റ് സ്റ്റഡി, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. പാരാ 6 ഓത്തേഴ്സ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ. ഓക്കെ. പാരാ 7 ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്സ് റിസൾട്ട്സ് ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ സീക്വൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചും ചിന്തിക്കാം. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ സീക്വൻസ് എടുക്കുക, അത് കഴിഞ്ഞ് പാരാ സീക്വൻസ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഇതിൽ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി ക്വസ്റ്റ്യൻ സീക്വൻസ് ആണ് ആദ്യം വരുന്നത്. ക്വസ്റ്റ്യന്റെ സ്റ്റെം വേർഡ്സ്, കീ വേർഡ്സ് കണ്ടുപിടിക്കുമ്പോൾ ക്വസ്റ്റ്യൻ സീക്വൻസ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ നോക്കിക്കേ, ഇതാണ് ചോദ്യങ്ങൾ 37 തൊട്ട് 42 വരെ. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ കണ്ടു, വൈ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ റീസൺ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അതിലേക്ക് നമ്മൾ പിന്നീട് തിരിച്ചു വരും. 38 ലെഫ്റ്റ് ദ ട്രയൽ, എന്തുകൊണ്ടാണ്, ബിക്കോസ് എന്ന് പറഞ്ഞ ഒരു കോസ് ആണ് അവിടെ ചോദിക്കുന്നത്. കുറെ പേര് 75 എബോവ് ഉള്ളവര് ട്രയൽ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് ഒഴിവായിപ്പോയി, അവർ വിട്ടുപോയി. എന്തുകൊണ്ടാണ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തത്? പിന്നെ സിഗ്നിഫിക്കന്റ് BP മെഷർ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, എന്താണ് ആ പ്രത്യേകത എന്നാണ് 39ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. 40ാമത്തെ ചോദ്യം ചോദിക്കുന്നത് സ്പ്രിന്റ് ട്രയൽ ഡിഫർ ഫ്രം ദ ഏർലിയർ അക്കോർഡ് സ്റ്റഡി. അതായത് സ്പ്രിന്റ് ട്രയലും അക്കോർഡ് സ്റ്റഡിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. 41ാമത്തെ ചോദിക്കുന്ന ഡോക്ടർ സ്കെൽട്ടൻസ് മെയിൻ റിസർവേഷൻ അബൌട്ട് ദ സ്പ്രിന്റ് ട്രയൽ ഈസ് ദാറ്റ്. അതായത് മെയിൻ റിസർവേഷൻ, ഈ പഠനത്തെ കുറിച്ചുള്ള ഓത്തറുടെ അല്ലെങ്കിൽ ഡോക്ടർ സ്കെൽട്ടന്റെ മെയിൻ റിസർവേഷൻ എന്താണ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്താണ്? ഒപ്പീനിയൻ ചോദ്യമെന്ന് അതിനാണ് പറയുക. 42 വാട്ട് ഇമ്പാക്ട് ഡസ് ഡോക്ടർ സ്കെൽട്ടൻ തിങ്ക് ദ സ്പ്രിന്റ് ട്രയൽ വിൽ ഹാവ് ഇൻ ദ ഫ്യൂച്ചർ. ഇമ്പാക്ട്, ഇതിന്റെ ഭാവിയിലേക്ക് ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ടൈപ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന വിചാരത്തിലാണ്. ബിഗിനേഴ്സ് ആണ്, നിങ്ങൾ വിഷമിക്കേണ്ട. നാളത്തെ സെഷനോട് കൂടി അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആകും. അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് സെഷൻസിൽ, ലിസണിങ്ങിന്റെ സെഷൻസിൽ കൃത്യമായിട്ട് അത് ഓരോന്നും ഞാൻ എടുത്തു പറഞ്ഞിട്ട് അത് വീഡിയോകളിൽ ഉണ്ട് താനും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ അതുകൊണ്ട് ഇവിടെ മെയിൻ റിസർവേഷൻ, ഒപ്പീനിയൻ, വ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ചോദ്യത്തിന്റെ സ്റ്റെം വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഞാൻ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്റ്റെം ഫ്രേസസ്. അപ്പൊ നോക്കിക്കേ, അതിന്റെ ഓർഡർ ഇതാണ്, സീക്വൻസ്, ചോദ്യത്തിന്റെ ഓർഡർ, ക്വസ്റ്റ്യൻ സീക്വൻസ് ഇതാണ്. 37th ക്വസ്റ്റ്യൻ, റീസൺ ടു സ്റ്റോപ്പ് ദ ട്രയൽ ബിഫോർ ഡ്യൂ ടൈം. സമയത്തിന് മുമ്പ് ഈ സ്റ്റഡി നിർത്താൻ കാരണം എന്താണ്? 38 റീസൺ ഫോർ ഓവർ 75 ഇയേഴ്സ് ലെഫ്റ്റ് ദ ട്രയൽ. 75 വയസ്സിന് മുകളിലുള്ള കുറെ പേര് ഈ സ്റ്റഡിയിൽ നിന്ന്, സ്റ്റഡി തീരുന്നതിന് മുമ്പ്, ഈ റിസർച്ചിന് തീരുന്നതിന് മുമ്പ് വിട്ടുപോകാൻ അല്ലെങ്കിൽ ഒഴിവായി പോകാൻ കാരണം എന്താണ്? 39 സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് മെഷറിംഗ് BP. ഈ സ്റ്റഡിയിൽ ഓരോ ദിവസവും 3 പ്രാവശ്യം BP മെഷർ ചെയ്യണം. അപ്പൊ BP മെഷർ ചെയ്യാൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകുന്നു. ആ BP മെഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ലാണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നത്. 40ാമത്തെ സ്പ്രിന്റ് അക്കോർഡ് ഡിഫറൻസ്. അതായത് സ്പ്രിന്റും അക്കോർഡ്, 2 പഠനങ്ങൾ തമ്മിലുള്ള മെയിൻ വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നു. 41 ഡോക്ടർ സ്കെലട്ടൻസ് റെക്കമെൻഡേഷൻ അബൌട്ട് സ്പ്രിന്റ്. അതായത് ഓത്തറുടെ റെക്കമെൻഡേഷൻ, ഈ സ്പീക്കറുടെ റെക്കമെൻഡേഷൻ എന്താണ്, അല്ലെങ്കിൽ റിസർവേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്താണ് ഈ പഠനത്തെ കുറിച്ച്. 42 ഓത്തേഴ്സ് ഒപ്പീനിയൻ ഓർ വ്യൂ അബൌട്ട് ദ ഇംപ്ലിക്കേഷൻസ്. ഇതിന്റെ ഭാവിയിൽ ഇതിനും കൊണ്ടുണ്ടാകാവുന്ന പരിണത ഫലങ്ങൾ എന്താണെന്നാണ് ഓത്തർ അഭിപ്രായപ്പെടുന്നത്.
അപ്പം ഈ ചോദ്യം വായിക്കുമ്പോൾ ഈ സീക്വൻസ് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. അപ്പം നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാനത് ക്വസ്റ്റ്യൻസിന്റെ സീക്വൻസ് പറയുകയാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. സീക്വൻസ് 37, റീസൺ ടു സ്റ്റോപ്പ് ദ ട്രയൽ ബിഫോർ ഡ്യൂ ടൈം. Question 38, reason for over 75 years left the trial. Question 39, significant feature of measuring BP. 40, question 40, sprint accord difference. Question 41, Dr. Skelton's recommendation about sprint. 40, question 42, the author's opinion or view about the implications for the future. Okay. അപ്പോൾ ആ സീക്വൻസ്, ടെക്സ്റ്റ് സീക്വൻസ്, ക്വസ്റ്റ്യൻ സീക്വൻസ്, ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഓരോ സ്റ്റെപ്പും ചെയ്ത് ഇതുപോലെ എഴുതുക. അപ്പൊ ടെക്സ്റ്റ് സീക്വൻസും ക്വസ്റ്റ്യൻ സീക്വൻസും ഒരു പേജ് വേണമെങ്കിൽ പുസ്തകം തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ട് 2 കോളം ആക്കിയിട്ട് എഴുതി പോവുക. കൃത്യമായിട്ട് കോളത്തിൽ എഴുതി പോവുക. ടെക്സ്റ്റ് സീക്വൻസും ക്വസ്റ്റ്യൻ സീക്വൻസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അവിടെ കറക്റ്റ് ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ സ്റ്റെം വേർഡ്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓഡിയോയോ റീഡിംഗ് ടെക്സ്റ്റോ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നോക്കിയ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ചോദ്യമൊന്നുമില്ല. ഇൻട്രൊഡക്ഷൻ മൊത്തത്തിൽ ഉള്ള എല്ലാ പാരഗ്രാഫിന്റെ സമ്മറി കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ പാരഗ്രാഫ് ട്രയൽ എന്ന് പറയുന്നത് ദ ട്രയൽ ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ദ സ്പ്രിന്റ് സ്റ്റഡി, അതാണ് ട്രയൽ എന്ന് പറയുന്നത്. അവിടെ ചോദ്യം, അതിനോട് ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കും റീസൺ ടു സ്റ്റോപ്പ് ദ ട്രയൽ ബിഫോർ ഡ്യൂ ടൈം. ഒരു ട്രയലിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പ്രിന്റ് സ്റ്റഡിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് നിർത്തി, 5 വർഷം എന്ന് പറഞ്ഞിട്ട് 3 വർഷത്തിലേ നിർത്തി, അല്ലെങ്കിൽ സമയത്തിന് മുമ്പ് നിർത്തി. കാരണം എന്താണെന്ന് ചോദിക്കുന്നത്, അതിനുള്ള കാരണം എന്താണ്? അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ അവരെ നിർത്താൻ കാരണം എന്താണെന്ന് മാത്രം കേട്ടാൽ മതി. അവിടെ കൃത്യം ഫോക്കസ് ചെയ്ത് കേട്ടാൽ മതി. അതിന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞു പോകുമ്പോഴേ അത് മനസ്സിലായിക്കോളും. പാരാ 3, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ബിഫോർ ദ ട്രയൽ എന്നാണ് തുടങ്ങുന്നത്. അപ്പം പേഷ്യൻസിന്റെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്, റീസൺ ഫോർ ഓവർ 75 years ലെഫ്റ്റ് ദ ട്രയൽ. 75 വയസ്സിന് മുമ്പിലുള്ളവര് ഈ ട്രയല് നിർത്തിപ്പോകാൻ അല്ലെങ്കിൽ ട്രയലിൽ നിന്ന് ഒഴിവായി പോകാൻ കാരണം എന്താണ്? അവിടെ ആൻസർ അവിടെ തന്നെ ഉണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആണ്, ബിഫോർ ദ ട്രയൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാരാ 4 അല്ലെങ്കിൽ ഓഡിയോ പോർഷൻ 4 എന്നും പറയാം. ഇവിടെ പാരാ എന്ന് ഞാൻ പറയുന്ന സ്ക്രിപ്റ്റിനെ മനസ്സിൽ വെച്ചുകൊണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. ഓഡിയോയുടെ 4ാമത്തെ പോർഷൻ എന്നും പറയാം. മാനേജിങ് BP എന്നാണ് അത് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ മാനേജിങ് BP എന്ന് പറഞ്ഞാണ്. അപ്പം അതിനോട് ബന്ധപ്പെട്ട ചോദ്യം ഇതാണ് 39ാമത്തെ ചോദ്യം, സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് മെഷറിംഗ് BP മെഷർ ചെയ്യുന്നതിൽ നോക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകുന്നു, ആ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. സിഗ്നിഫിക്കന്റ് എന്നുള്ള ഒരു ആഡ്ജക്റ്റീവ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഓഡിയോയുടെ പോർഷൻ പറയുന്നത്, അല്ലെങ്കിൽ പാരഗ്രാഫ് 5 സ്ക്രിപ്റ്റിൽ പറയുന്നത് അക്കോർഡ് വേഴ്സസ് സ്പ്രിന്റ്, ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിനുള്ളത് 40ാമത്തെ ചോദ്യമാണ്, സ്പ്രിന്റ് അക്കോർഡ് ഡിഫറൻസ്, ഇത് തമ്മിലുള്ള കാതലായ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ പാരാ 6 ഓത്തേഴ്സ് റെക്കമെൻഡേഷൻ, ചോദ്യം അതിനോട് ബന്ധപ്പെട്ട് ചോദിക്കും ഡോക്ടർ സ്കെൽട്ടൻസ് റെക്കമെൻഡേഷൻ അബൌട്ട് sprint study. Okay. Para 7, the implications of its results for health ആണ്. അതിനോട് ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്, ഓത്തേഴ്സ് ഒപ്പീനിയൻ വ്യൂ അബൌട്ട് ദ ഇംപ്ലിക്കേഷൻസ്, അതിന്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ അതിനുണ്ടാകാവുന്ന ഫലങ്ങളെ കുറിച്ച് ഓത്തറിന്റെ അഭിപ്രായം എന്താണ്. ഓക്കെ. അപ്പം നിങ്ങൾക്കറിയാം, ഇതൊന്ന് ആരെങ്കിലും ബാധിക്കാവോ? ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്ത് നല്ലതുപോലെ വ്യക്തമായിട്ടൊന്ന് വായിച്ച് പെട്ടെന്ന്. നമ്മൾ ഓഡിയോ കേൾക്കുന്നുണ്ട് കേട്ടോ, ഓഡിയോ കേൾക്കുന്നില്ല. ഓഡിയോ കേൾക്കണമെങ്കിൽ നമുക്ക് കേൾക്കാൻ വരുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിയോ അല്ലേ? ഓഡിയോ കേൾക്കണോ? വേണ്ട. ഓക്കെ. അപ്പം വായിച്ച്, ആരെങ്കിലും ഒന്ന് വായിച്ച്. വായിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവര് അതിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്നാണെന്നും ഈ ഒരു ഓഡിയോയുടെ മുഴുവന്റെയും ഇൻട്രൊഡക്ഷൻ ആണിത്. അത് നിങ്ങൾക്ക് റീഡിംഗ് പാസേജിലും ടെക്സ്റ്റിലും അങ്ങനെ തന്നെ വരിക. ആ ഇൻട്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണെന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ടോപ്പിക്കിലെ സബ് ടോപ്പിക്സ്, അവർ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുണ്ടാവും. അപ്പം ഇത് നിങ്ങൾ ഒരാൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുകയും ആ പ്രധാനപ്പെട്ട ഈ ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഓഡിയോയുടെ പ്രധാന ടോപ്പിക് എന്താണെന്നും അതിൽ വരുന്ന മറ്റ് 3 ആസ്പെക്ട്സിനെ പറയുന്നുണ്ട്, അതെന്താണെന്നും കുറിച്ച് വെക്കാൻ ശ്രമിക്കുക. യെസ്. ഹലോ, വായിച്ചു. ഒരാൾ വായിച്ചു. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത്. കേൾക്കാം. Hello, I am Dr. Premila Skelton, consult cardiologist at the hospital, and I am talking about the recent SPRINT study in the effect of setting lower blood pressure target, which is turn affect the advice and medication which patients are given. I am going to describe the patients who were selected, how the trial was conducted, and the implications of its result for us all as health professionals. Okay.
അപ്പോൾ കൃത്യമായിട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് എന്ന് പറയുന്നുണ്ട് ദ റീസെന്റ് സ്പ്രിന്റ് സ്റ്റഡി. ദ ടോപ്പിക് ആണ് സ്പ്രിന്റ് സ്റ്റഡി. അത് കഴിഞ്ഞ് ഐ ആം ഗോയിങ് ടു ഡിസ്ക്രൈബ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയാൻ പോകുന്നത് ഈ ഓഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിൽ നിന്ന് ചോദ്യം ഉണ്ടാകിയാൽ പക്ഷേ അതിൽ വ്യക്തമായിട്ട് ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഓർഡറിലായിരിക്കും അവർ പറയുകയും ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ഓർഡർ ഡിസ്ക്രൈബ് ദ പേഷ്യൻസ് ഹു ആർ സെലക്ടഡ്. ആ പേഷ്യൻസിനെ ഏത് പേഷ്യൻസിനെയാണ് സെലക്ട് ചെയ്തത്, ഹൗ ദ ട്രയൽ വാസ് കണ്ടക്ടഡ്, എങ്ങനെയാണ് ട്രയൽ കണ്ടക്ട് ചെയ്തത്, ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്സ് റിസൾട്ട്സ് ഫോർ us all as health professionals. അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ 3 കാര്യങ്ങളാണ് ഈ ഓഡിയോയിൽ നിങ്ങൾ ശ്രവിക്കാനിരിക്കുന്നത്. യെസ്, അത് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അബൌട്ട് ദ സ്പ്രിന്റ് സ്റ്റഡി, റീസെന്റ് സ്പ്രിന്റ് സ്റ്റഡി, പേഷ്യൻസ് ഹു ആർ സെലക്ടഡ്, നമ്പർ 2 ഹൗ ദ ട്രയൽ വാസ് കണ്ടക്ടഡ് ആൻഡ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്സ് റിസൾട്ട്സ്. അത് കൃത്യമായിട്ട് ഈ ടോപ്പിക് ഇതാണ്. സ്പ്രിന്റ് സ്റ്റഡി ഇൻ ടു ദ എഫക്ട്സ്, ദ അഡ്വൈസ് ആൻഡ് മെഡിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, ദ പേഷ്യന്റ് സെലക്ഷൻ, 2 how the trial was conducted, the procedure, 3 the implications of its results for health professionals. ഇതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയാം. ഈ ഒരു ആദ്യം വരുന്ന ഓഡിയോയുടെ പോർഷൻ ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഓഡിയോയിൽ മുഴുവനായിട്ടും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം ഇവിടെ നമുക്കറിയാം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ടോപ്പിക് എന്താണെന്നും അത് കഴിഞ്ഞ് അതിന്റെ 3 ആസ്പെക്ട്സ് എന്താണെന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവർ. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി മനസ്സിൽ പതിക്കുക. ഇതൊക്കെ നിങ്ങൾ ഓഡിയോ ലിസൺ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെന്ന് പറയാം. ഡിസ്ക്രിപ്ഷൻ പേഷ്യൻസ് സെലക്ഷൻ എന്ന് പറയും, PTS ഷോർട്ട് ഫോം വെച്ചാൽ മതി. പേഷ്യൻസ് സെലക്ഷൻ എന്ന് ഇടാം, സെലക്ട് എന്നാണ് എഴുതാം. അതുപോലെ തന്നെ പ്രൊസീജർ, ഹൗ ദ ട്രയൽ വാസ് കണ്ടക്ടഡ്, ഹൗ പ്രൊസീജിയർ, അങ്ങനെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് എഴുതി പോവുക. നിങ്ങൾ ഓഡിയോ ലിസൺ ചെയ്യും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പോവുക. അപ്പോൾ 37ാമത്തെ ചോദ്യമാണ്. അതിന്റെ ഓഡിയോ നമ്മൾ കേട്ടതാണ്, അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോവാണ്. വായിച്ചോ ആരെങ്കിലും? വേറെ ആരെങ്കിലും വായിക്കണേ? വായിച്ചോ? ഒരാൾ അൺമ്യൂട്ട് ചെയ്യാവുള്ളേ. Why was the sprint trial stopped before it was due to end? There were conclusive results earlier than expected. The high dropout rate was likely to invalidate the data. Concerns were raised about possible effects on all participants. First, the trial itself, it involved over 9,000 hypertensive participants aged 50 plus, most of whom were on blood pressure medication. They were randomly assigned to one of 2 groups, one with a goal of less than 120 millimeters systolic blood pressure, the other with a goal of less than 140 millimeters, the traditional standard. The intention was to follow these patients for 5 years, factoring in the usual dropout rate. As it turned out, however, the trial was stopped after just 3 years, thanks to an all-cause mortality reduction of nearly 30% for the 120 group, which was definitely and shocking but wonderful. As I mentioned, the participants were over 50s, and it goes without saying that as people age, they develop more disease and health problems as a matter of course. But there was a specific group of over 75s who did just as well as younger patients. Okay. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്കിം ചെയ്യാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് വായിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് എന്നുള്ള ഒരു ടൈം എക്സ്പ്രഷൻ ഉണ്ട്, സീക്വൻസ് എക്സ്പ്രഷൻ ഉണ്ട്, ഹൗവർ 5 years എന്ന് പറയുന്ന ഒരു ടൈം എക്സ്പ്രഷൻസ് ഉണ്ട്, ഇയറിന്റെ എക്സ്പ്രഷൻസ് നമ്പർ, അതുപോലെ തന്നെ ഹൗവർ കോൺട്രാസ്റ്റ് ഉണ്ട്, 3 years ടൈം എക്സ്പ്രഷൻ ഉണ്ട്, ബട്ട് വീണ്ടും ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, വണ്ടർഫുൾ, ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, ഒരു അഡ്ജക്റ്റീവ് ഒപ്പീനിയൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്കിം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ സ്കിം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മുടെ ആൻസർ കിടക്കുന്നത് നോക്കാം. അതിനേക്കാളും മുമ്പ് നമുക്കറിയാം, ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്കറിയാം വൈ വാസ് ദ സ്പ്രിന്റ് ട്രയൽ സ്റ്റോപ്ഡ് ബിഫോർ ഇറ്റ് വാസ് ഡ്യൂ ടു എൻഡ്. അപ്പം ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇവിടെ ഒരു സിനോണിം കാണാം, ബിഫോറിന്റെ സിനോണിം ആണ് earlier. Stopped before it was due to end. Conclusive results earlier than expected. ഇതിനാണ് ഈ ബിഫോർ earlier സിനോണിം ആണെങ്കിൽ ഈ stopped it was due to end, results earlier, conclusive results
earlier than expected, അതാണ് സിനോണിമസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന്റെ പാരാഫ്രൈസിംഗ് ആണ് ഈ ആൻസർ ഓപ്ഷൻ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഇപ്പൊ നമുക്കറിയാം ബിഫോർ ഏർലിയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ബിഫോറും ഏർലിയറും സിനോണിം ആണെന്ന്. അതേസമയം ഇവിടെ ദ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് വാസ് ലൈക്ലി ടു ഇൻവാലിഡേറ്റ് ദ ഡേറ്റ, കൺസേൺസ് വെർ റേസ്ഡ് അബൌട്ട് പോസിബിൾ എഫക്ട്സ് ഓൺ ഓൾ പാർട്ടിസിപ്പൻസ്. അപ്പൊ അങ്ങനെ ഒരു സിനോണിം ഇതിൽ രണ്ടിലും ഇല്ല. ഇതുപോലൊരു സിനോണിമസ് എക്സ്പ്രഷനും ഇല്ല, ഇതുപോലെ പാരാഫ്രൈസിംഗും ഇല്ല. പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ് റിസൾട്ട്സ് എന്ന് പറയുന്നത് സ്റ്റോപ്ഡ് എന്നുള്ളതിനാണ് കൺക്ലൂസീവ് എന്ന് പറയുക. സ്റ്റോപ്ഡ്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ് സ്റ്റോപ്ഡ്. അപ്പൊ അതിനെ കൃത്യമായിട്ട് there were conclusive results earlier than expected, trial stopped before it was due to end. രണ്ടും പാരാഫ്രൈസിംഗ് ആണ്, സെയിം മീനിങ് ആണ്. മനസ്സിലാവുണ്ടെന്നൊന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ബിഫോർ ഇറ്റ് വാസ് ഡ്യൂ ടു എൻഡ്, earlier than expected. അപ്പം സിനോണിമും സിനോണിമസ് ലാംഗ്വേജും ഇത് ഇൻഡിക്കേഷൻ ആണ്. ഫസ്റ്റ് ദ ട്രയൽ ഇറ്റ് സെൽഫ് തുടങ്ങുന്നു, ഒരു വിഷയം പറയാൻ തുടങ്ങുകയാണ്. അതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്ട് ഇവിടെ എടുത്ത് പറയുകയാണ്. 5 years, the intention was 5 years. However, 5 വർഷമായിരുന്നു. എന്നിരുന്നാലും കോൺട്രാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ആൻസറിലേക്ക് ലീഡ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതെ, കോൺട്രാസ്റ്റ് വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചായിരിക്കും ആൻസർ കിടക്കുക. അപ്പൊ നോക്കിയേ, ദ ട്രയൽ വാസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ജസ്റ്റ് 3 years. 3 വർഷം കൊണ്ട് കഴിഞ്ഞു. ബിഫോർ ഇറ്റ് വാസ് ഡ്യൂ ടു എൻഡ്, താങ്ക്സ് ടു എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു, അല്ലെങ്കിൽ ഇതുകൊണ്ട്, ഇന്ന കാരണത്താല്, an all cause mortality reduction of nearly 30% for the 120 group. അതായത് 3 വർഷം കൊണ്ട് 30% മോർട്ടാലിറ്റി റിഡക്ഷൻ ഉണ്ടായി. അത് വളരെ വണ്ടർഫുൾ ആയിരുന്നു. ബട്ട് വണ്ടർഫുൾ, വീണ്ടും ഒരു കോൺട്രാസ്റ്റ് പറഞ്ഞിട്ട് പറയാ, വണ്ടർഫുൾ. ഇറ്റ് വാസ് ഡെഫിനറ്റീവ് ആൻഡ് ഷോക്കിംഗ് ബട്ട് വണ്ടർഫുൾ. ഒരു ഒപ്പീനിയൻ വരികയാണ് അവിടെ. വണ്ടർഫുൾ എന്ന് പറയുന്ന ഒപ്പീനിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ബ്യൂട്ടിഫുൾ എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഒരാൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെയും ഒപ്പീനിയൻ ആണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഓത്തർ പറയുകയാണ് ഈ റിസൾട്ട് വണ്ടർഫുൾ ആണ്. അതുകൊണ്ടാണ് 5 വർഷത്തെ പഠനം 2 വർഷം കൊണ്ട് തന്നെ നിർത്തലാക്കിയത്. അപ്പൊ നോക്കിക്കേ, എന്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഉള്ളതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നോക്കിയ ഒന്നാമത്തേത് വൈ എന്ന് പറയുമ്പോൾ ഒരു റീസൺ ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. റീസൺ ആണ് നമ്മൾ തപ്പേണ്ടത്, എന്തുകൊണ്ടാണ് നിർത്തലാക്കിയെന്ന്. മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, 30% കുറഞ്ഞു. രണ്ടാമത്തേത് ടൈം എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ക്രോണോളജിക്കൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് ബിഫോർ ഏർലിയർ എന്നുള്ള ടേം എക്സ്പ്രഷനും സിനോണിം ആണ് ബിഫോറും ഏർലിയറും. പാരാഫ്രൈസിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞു ഈ പോർഷൻ, ഈ ഇത്രയും വാക്കുകൾ ഒരുമിച്ച്. ബിഫോർ ഇറ്റ് വാസ് ഡ്യൂ ടു എൻഡ്, earlier than expected, അതിനാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുക. ഒരു കൂട്ടം വാക്കുകൾ വേറെ രീതിയിൽ അവതരിപ്പിക്കുക ഒരു ഫ്രൈസിനെ. അഞ്ചാമത്തേത് കീ ഫ്രൈസ് അല്ലെങ്കിൽ ടോപ്പിക് സെന്റൻസ് ആണ്. കീ ഫ്രൈസ് ഇവിടെ ദ ട്രയൽ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ആ ട്രയൽ അവിടെയാണ് ആൻസർ, അല്ലെങ്കിൽ ചോദ്യം ആദ്യത്തെ വൈ ദ സ്പ്രിന്റ് ട്രയൽ എന്ന് പറയുന്നത് ദ സ്പ്രിന്റ് ട്രയൽ, ദ ട്രയൽ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ ഭാഗത്താണ് ആ ആൻസർ വരുന്നത്, അല്ലെങ്കിൽ ആ പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്രോണോളജി അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് പറഞ്ഞു. ഇവിടെ 5 years ഉണ്ട്. അതുപോലെ തന്നെ ടൈം എക്സ്പ്രഷൻ 3 years ഉണ്ട്. അതുപോലെ തന്നെ സീക്വൻസ് എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ആഫ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോൺട്രാസ്റ്റ് ഹൗഎവർ ഉണ്ട്, ബട്ട് ഉണ്ട്. ലിസണിങ് ഫോർ ഇമോഷൻസ്, ഇൻട്രസ്റ്റ്, വണ്ടർഫുൾ എന്ന് പറയുന്നിടത്ത് ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവരൊരു ഭയങ്കര ഇൻട്രസ്റ്റും താല്പര്യവും ടോണിൽ തന്നെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ലിസണിങ് ഫോർ ഇമോഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പൊ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുക, അല്ലെങ്കിൽ ദുഃഖിതരാകുക, അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുക, ഇങ്ങനെയുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് ആൻസർ ഉണ്ടെന്നുള്ളത് 99% ഉറപ്പാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഓഡിയോ സ്കിം ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. നിങ്ങൾ ഓഡിയോയുടെ സിനോണിം കേൾക്കും. ബിഫോർ ഏർലിയർ എന്ന് പറഞ്ഞാൽ 3 years. ഇത് 3 സിനോണിമാണ്. ബിഫോർ എന്ന് പറയുന്നത്, ഏർലിയർ എന്ന് പറയുന്നത്, 3 years എന്ന് പറയുന്നത് സിനോണിമാണ്. സിനോണിമസ് ലാംഗ്വേജ് ബിഫോർ ഇറ്റ് വാസ് ഡ്യൂ ടു എൻഡ്, അതിന്റെ സിനോണിമസ് എക്സ്പ്രഷൻ ആണ്, ലാംഗ്വേജ് ആണ് ഏർലിയർ ദാൻ എക്സ്പെക്ടഡ്. അപ്പം മോഡൽ വെർബ്സ്, ഒപ്പീനിയൻ ഓർ ഫാക്ട്, വണ്ടർഫുൾ എന്നുള്ള പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രോണോളജിക്കൽ ടൈം എക്സ്പ്രഷൻസ് ഫസ്റ്റ്, ബിഫോർ, ആഫ്റ്റർ, ഏർലിയർ, 3 years, 5 years, അതെല്ലാം ഈ ആൻസറിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ഇവിടെയാണ് ആൻസർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൗഎവർ ആൻഡ് ബട്ട്. സ്റ്റെം വേർഡ്സ്, റീസണിന് വൈ എന്നുള്ള വാക്കാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ റീസൺ ആണ്. അതുപോലെ തന്നെ കീ വേർഡ് ഓർ ഫ്രേസ്, ദ ട്രയൽ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചോദ്യത്തിന് ആൻസർ ഇവിടെ തുടങ്ങുകയാണ്, അതിന്റെ ഓഡിയോ തുടങ്ങുകയാണെന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ റെഫേഴ്സ്, ഹിറ്റ് എന്ന് പറഞ്ഞാൽ ദ ട്രയൽ ആണ്. ഹിറ്റ് എന്ന് പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അത് ദ ട്രയൽ അല്ലെങ്കിൽ ദ സ്പ്രിന്റ് സ്റ്റഡീനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് റെഫറൻസ് ചോദ്യങ്ങളില്ലെങ്കിലും റെഫറൻസ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതിനാണ് സ്കിം ദി ഓഡിയോ എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരാൾ റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത പ്രശ്നം ഉണ്ടാക്കണ്ട. യെസ്, നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 38 നമുക്ക് പോവുകയാണ്. ഒന്ന് വായിച്ച അവസാനം വേണേ ഓഡിയോ നമുക്ക് ഒന്നോടെ ഒരുമിച്ച് കേൾക്കാം. പക്ഷേ ഈ സ്ട്രാറ്റജീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുക, ഇതൊന്ന് വായിക്കുക. യെസ്. A few participants aged over 75 left the trial because option A, there was a negative impact on their daily life. Option B, they failed to take the required doses of medication. Option C, their health deteriorated due to pre-existing conditions. Before the trial, some medics referred to the natural stiffening of the arteries with aging, suggesting that a 120 was too low a target for the over 75s, risking an increase of disease spells which would affect general well-being. But this concern turned out to be unfounded. Others thought there would be a failure to take the number of tablets needed to reach a BP of 120, especially among older participants. Again, this wasn't an issue. The average needed was just 3 days. The over 75s, already on various drugs, didn't object to extra medication. Participants from this age group who didn't finish the trial taken out because some conditions which were already present worsened. For example, in some cases, obesity levels rose too high. Yes. അപ്പോൾ ഇവിടെ ഈ ഒപ്പീനിയൻ, നിങ്ങൾക്ക് മോഡൽ വേർബ്സ് മനസ്സിലാകുന്നുണ്ടോ, ഒപ്പീനിയൻ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് അവര് കോമ്പറ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ ഭാഗത്ത് സജസ്റ്റിംഗ് വുഡ്, ദർ വുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? ഒപ്പീനിയൻ ആണ്, ഫാക്ട് അല്ല. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? ഫ്യൂ പാർട്ടിസിപ്പൻസ് ഏജ്ഡ് ഓവർ 75 ലെഫ്റ്റ് ദ ട്രയൽ ബിക്കോസ് അവര് ട്രയൽ വിട്ടുപോയി അല്ലെങ്കിൽ ട്രയലിൽ നിന്ന് ഒഴിവായി പോയി എന്നുള്ളത് ഒരു ഫാക്ട് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഒരു ഫാക്ട് ചോദ്യത്തിന് ഉത്തരം ഫാക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഒപ്പീനിയൻ അതിന് ആൻസർ ആവുകയില്ല. അതാണ് അവർ ശ്രദ്ധിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ സജഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ട് ആണോ? എന്റെ ഒരു സജഷൻ, അത് ഫാക്ട് ആയിരിക്കണമെന്നില്ല, എന്റെ ഒരു സജഷൻ ആണ്. അതുപോലെ തന്നെ വുഡ് എഫക്ട് അല്ലെങ്കിൽ there would be a failure എന്നൊക്കെ പറയുമ്പോൾ സാധ്യത ഉണ്ടെന്നാ പറയുന്നത്, ഉറപ്പല്ല. അതുകൊണ്ട് അതൊന്നും ആൻസർ ആകാൻ സാധ്യതയില്ല. അതോടുകൂടി തന്നെ ബട്ട് ദിസ് കൺസേൺ ടേൺ ഔട്ട് ടു ബി അൺഫൗണ്ടഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതല്ല, ഇത് കാര്യമില്ല, ഇതിൽ കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ തന്നെ അവരുടെ ടോണിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഉത്തരമല്ലെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഡിഡ്ന്റ് ഒബ്ജക്ട് ടു എക്സ്ട്രാ മെഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഡിഡ്ന്റ് ഫിനിഷ് ദ ട്രയൽ, അത് കഴിഞ്ഞ് വിച്ച് വെർ ഓൾറെഡി പ്രസന്റ് വേഴ്സൺഡ്, ഡിറ്റീരിയറേറ്റഡ് വേഴ്സൺഡ്. സിനോണിം, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് വിച്ച് വെർ ഓൾറെഡി പ്രസന്റ്. സിനോണിമസ് ലാംഗ്വേജ്. അപ്പൊ സിനോണിംസ് ലാംഗ്വേജും യൂസ് ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് ആൻസർ ആകുന്നത് എന്ന് നമുക്ക് ഒന്നോടെ നോക്കാം. അപ്പം ദ ട്രയൽ റീസൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സജഷൻ ആണ്, നമ്പർ ഇവിടെ ഉണ്ട്. ഈ നമ്പർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഓവർ 75 ഇയേഴ്സ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, ഏജ് ഓവർ 75 ഇയേഴ്സ്, അപ്പം അവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും പലപ്പോഴും. പക്ഷെ ഇവിടെ വുഡ് കൊടുത്തു കഴിഞ്ഞ് ബട്ട് കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഹിസ് കൺസേൺ ടേൺ ഔട്ട് ടു ബി അൺഫൗണ്ടഡ്. കോൺട്രാസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഈ ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞു. നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഡെയിലി ലൈഫ്, ആദ്യത്തെ ഓപ്ഷൻ അതല്ല എന്ന് ഈ കോൺട്രാസ്റ്റ് പറയുന്നുണ്ട്. തോട്ട് ദർ വുഡ് ബി, തോട്ട് എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ സംഭവിക്കാം എന്ന് ചിന്തിച്ചു. അതൊക്കെ സാധ്യതകളാണ്, അല്ലാണ്ട് ഫാക്ട് അല്ല. അതൊക്കെ ഒപ്പീനിയൻ ആണ്. ഒരാൾ സംബഡി തോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻ ആണ്. അപ്പം അവസാനം വരുമ്പോഴാണ് അവർ പറയുന്നത് ഹു ഡിഡ്ന്റ് ഫിനിഷ് ദ ട്രയൽ ടേക്കൺ ഔട്ട് participants from this age group എന്ന് പറയുമ്പോൾ 70 over 75 years who didn't finish the trial taken out because some conditions which were already present. നമ്മൾ ആ പാരയിൽ കണ്ടു, കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ബിഫോർ ദ ട്രയൽ എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ആണ്. ട്രയലിൽ വരുന്നതിന് മുമ്പ് അവരുടെ കണ്ടീഷൻസ് എന്താണ്? ഓൾറെഡി പ്രസന്റ്, വേഴ്സൺഡ്, ഡിറ്റീരിയറേറ്റഡ് ഇവിടെയുണ്ട്. അപ്പം ഇതിന്റെ സിനോണിമസ് ലാംഗ്വേജും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാതെ ഞാൻ കാണിക്കാം. ഇപ്പൊ നോക്കിയ സ്ട്രാറ്റജീസ് എങ്ങനെയാണുള്ളത്. ഈ സ്ട്രാറ്റജീസ് മുഴുവൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 1 or 2 സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഉറപ്പാകും.
അപ്പം ഇവിടെ ഞാൻ ഏതാണ്ട് 12 കാണിച്ചിട്ടുണ്ട്. അതില് നിങ്ങൾക്കൊരു 2-3 ഐഡന്റിഫൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ അത് മിസ് ചെയ്താൽ തന്നെ അടുത്ത ഇതുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഉദാഹരണത്തിന് സ്കെയില്, ആ ഫ്യൂ എന്നുള്ളത് സ്കെയിലാണെന്ന് നിങ്ങൾക്കറിയാം. പാരാഫ്രൈസിങ്, പാർട്ടിസിപ്പൻസ് ഫ്രം ദിസ് ഏജ് ഗ്രൂപ്പ്, പാർട്ടിസിപ്പൻസ് ഏജ്ഡ് ഓവർ 75. അപ്പൊ ഇത് പാരാഫ്രൈസിങ് ആണ്. ലെഫ്റ്റ് ദ ട്രയൽ അല്ലെങ്കിൽ സിനോണിമസ് ആണ് വേർ ടേക്കൺ ഔട്ട്. സിനോണിമസ് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് ദ ട്രയൽ എന്ന് കൊടുത്തിരിക്കുന്നത് വേർ ടേക്കൺ ഔട്ട് എന്നാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെഫറൻസ് ഉണ്ട്, ദെയർ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ്. ദെയർ എന്ന് പറയുന്നത് വീണ്ടും പാർട്ടിസിപ്പൻസ് ഫ്രം ദിസ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഏജ് ഓവർ 75. ഡിറ്റീരിയറേറ്റഡ്, വേഴ്സൺഡ് നമുക്ക് കാണാം. ഡിറ്റീരിയറേറ്റ് എന്ന് പറയുന്നത് സിനോണിമാണ് വേഴ്സൺഡ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേഴ്സൺഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരാഫ്രൈസിംഗ് ആണ്, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് വിച്ച് ആർ ഓൾറെഡി പ്രസന്റ്. ദ കണ്ടീഷൻസ് വിച്ച് ആർ ഓൾറെഡി പ്രസന്റ് എന്ന് പറയുന്നുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഇവിടെ പറയുന്നത് വിച്ച് ആർ ഓൾറെഡി പ്രസന്റ്. 7ാമത്തേത് കീ ഫ്രേസ്, ബിഫോർ ദ ട്രയൽ. ബിഫോർ ദ ട്രയൽ വാട്ട് വാസ് ദ കണ്ടീഷൻ. അപ്പം ഒപ്പീനിയൻ കൊടുക്കുന്നത് തോട്ട്, വുഡ്, ദെയർ വുഡ്, ഇതെല്ലാം ഒപ്പീനിയൻ ആണ്. മോഡൽ വേർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 10 ഏജ് നമ്പർ ഓവർ 75 ഇയേഴ്സ്. കോൺട്രാസ്റ്റ് ബട്ട് ഞാൻ പറഞ്ഞു. ബട്ട് പറയുമ്പോൾ നേരെ എതിരർത്ഥമാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമായിരിക്കുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ചോദ്യത്തിലും ആൻസറിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷന്റെ സിനോണിമും സിനോണിമസും പാരാഫ്രൈസിങ്ങും മാത്രമാണ് ഈ പറയുന്ന അവസാന ഭാഗം. അതുവരെ ഉള്ളത് അവർ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് ബട്ട് ദിസ് കൺസേൺ ടേൺഡ് ഔട്ട് ടു ബി അൺഫൗണ്ടഡ്. അവരുടെ ഒരു കൺസേൺ ആയിരുന്നു, പക്ഷെ അതിനൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് കാര്യമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ടാബ്ലറ്റ്സ് ഫെയിലിയർ ടു അക്സെപ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ദിസ് വാസന്റ് ആൻ ഇഷ്യൂ. ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം അവര് തന്നെ തള്ളിക്കളയുകയാണ്. എന്നിട്ടാണ് കാരണം എന്താണെന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ആദ്യം പറയുന്നത് അവര് തന്നെ വ്യക്തമായിട്ട് തള്ളിക്കളയുന്നുണ്ട്, ഇതല്ല എന്ന്. അത് കഴിഞ്ഞ അവസാനത്തെ സെന്റൻസിലാണ്, കൺക്ലൂഷനിലാണ് ഈ പറയുന്ന ആൻസർ വരുന്നത്. അപ്പം ഇനിയുള്ളത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ വായിക്കുന്നുമില്ല. അത് നമുക്ക് ടാസ്ക് ആയിട്ട് എടുക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിപ്പോക്കോ. എ സിഗ്നിഫിക്കന്റ് ഫീച്ചർ എന്ന് ഞാൻ പറഞ്ഞു. അതായത് BP ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഉള്ള സിഗ്നിഫിക്കന്റ് ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു. അതിനിവിടെ ടു മാനേജ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ BP മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് മെഷറിംഗ് BP എന്നുള്ളത് വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വൈൽ സ്റ്റാഫ് വെയർ ഔട്ട് ഓഫ് ദ റൂം, അതായത് ഓൾസോ എന്ന് പറയുന്ന ഒരു കൊടുത്തുകൊണ്ടാണ് പറയുന്നത് വൈൽ സ്റ്റാഫ് വെയർ ഔട്ട് ഓഫ് ദ റൂം. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, സ്ട്രാറ്റജീസ് എല്ലാം ഉണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അതുപോലെ തന്നെ 40ാമത്തേത് ഞാൻ പറഞ്ഞു അക്കോർഡും സ്പ്രിന്റ് സ്റ്റഡിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഈ ലാംഗ്വേജ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് തന്നെ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ലാംഗ്വേജും അസസ്മെന്റുമാണ് എല്ലാ ലിസണിങ്ങിലും റീഡിങ്ങിലും വരിക. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ച്, ഇത് മാത്രം ഒന്ന് വായിച്ച്, ക്വസ്റ്റ്യനും ആൻസറും, ക്വസ്റ്റ്യനും ടെക്സ്റ്റും. How did the sprint trial differ from the earlier ACCORD study into the blood pressure? Comparison. A. Sprint had fewer participants. B. Sprint involved higher risk patients. C. Sprint included patients with diabetes. Now, some of you may be familiar with the ACCORD study into the blood pressure levels severe year ago, which in some respects was similar to Sprint. There are some differences through, for example, ACCORD was about half the size of Sprint, and unlike Sprint, the ACCORD study allowed diabetic patients to take part. Despite this, in general, the ACCORD participants were rather lower risk than those in the Sprint trial, probably because of the slightly lower average age. The ACCORD trial did not show a statistically significant benefit for overall cardiovascular outcomes, but there was a clear 40% reduction in strokes, even though that was a secondary outcome. Okay. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതൊരു കമ്പാരിസൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് അക്കോർഡ് സ്റ്റഡി ഇൻ ടു ബ്ലഡ് പ്രഷർ ലെവൽ സെവറൽ ഇയേഴ്സ് അഗോ വിച്ച് ഇൻ സം റെസ്പെക്ട്സ് വാസ് സിമിലർ ടു സ്പ്രിന്റ്. ദർ ആർ സം ഡിഫറൻസസ് ദോ. ഓക്കെ, ചില ഡിഫറൻസസ് ഉണ്ട്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡിഡ് ദ സ്പ്രിന്റ് ട്രയൽ ഡിഫർ ഫ്രം ദ earlier record study into the blood pressure. അപ്പൊ ഡിഫർ എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റെം വേർഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റഡികൾ തമ്മിൽ ഇത് എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിഫറൻസസ്
ഇവിടെ ആദ്യം പറയുന്നത് സിമിലർ ആണെന്ന് പറയുന്നു. സിമിലർ ആണെന്ന് പറയുന്നു. സിമിലാരിറ്റി അല്ല നമുക്ക് വേണ്ടത്. സെക്കൻഡ് പാർട്ടിലാണ് അൺലൈക്ക് എന്ന് പറയുന്നത്. അത് ഡിഫറൻസസ്, ദർ ആർ സം ഡിഫറൻസസ് ദോ. ഫോർ എക്സാമ്പിൾ, അക്കോർഡ് വാസ് അബൌട്ട് ഹാഫ് ദ സൈസ് ഓഫ് സ്പ്രിന്റ്. ഇപ്പൊ ഏതാണെന്ന് വലുത്, അക്കോർഡാണോ സ്പ്രിന്റ് ആണോ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. സ്പ്രിന്റ്. അപ്പം സ്പ്രിന്റ് ഹാഡ് ഫ്യൂവർ പാർട്ടിസിപ്പൻസ്. ആദ്യത്തെ ഓപ്ഷൻ പറയുക, സ്പ്രിന്റിലാണ് കുറച്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നത്, കൂടുതൽ അക്കോർഡിലാണെന്ന് പറയുന്നത്. പക്ഷേ ടെക്സ്റ്റ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഓഡിയോ പറയുന്നത് എന്താണ്? അക്കോർഡ് വാസ് അബൌട്ട് ഹാഫ് ദ സൈസ് ഓഫ് സ്പ്രിന്റ്. സ്പ്രിന്റിന്റെ പകുതി പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നുള്ളൂ അക്കോർഡിൽ എന്ന് പറയുന്നത്. അതായത് സ്പ്രിന്റ് സ്റ്റഡിയിൽ 100 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ അക്കോർഡിൽ എത്ര പേര് ഉണ്ടായിരുന്നേ? 50 പേര്. അപ്പൊ സ്പ്രിന്റ് ഹാഡ് ഫ്യൂവർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. സ്പ്രിന്റിൽ 100 പേരുണ്ടായിരുന്നു, എന്നിട്ട് ഓപ്ഷൻ പറയുന്നത് തന്നെ സ്പ്രിന്റ് ഹാഡ് ഫ്യൂവർ പാർട്ടിസിപ്പൻസ് എന്ന്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഇത് തന്നെ എല്ലായിടത്തും ചോദിക്കും. നിങ്ങൾ ഒരു 5-6 ഓഡിയോ എടുത്ത് കേട്ടിട്ട് ഇത് ഓഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് തന്നെയാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ആൻഡ് അൺലൈക്ക് സ്പ്രിന്റ്, ദ അക്കോർഡ് സ്റ്റഡി അലൗഡ് ഡയബറ്റിക് പേഷ്യൻസ് ടു ടേക്ക് പാർട്ട്. ഏത് സ്റ്റഡിയാണ് ഡയബറ്റിക് പേഷ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്തത്? അക്കോർഡ് സ്റ്റഡിയാണ് അല്ലെ? അൺലൈക്ക് സ്പ്രിന്റ്, ദ അക്കോർഡ് സ്റ്റഡി അലൗഡ് ഡയബറ്റിക് പേഷ്യൻസ് ടു ടേക്ക് പാർട്ട്. അക്കോർഡ് സ്റ്റഡിയിലാണ് ഡയബറ്റിക് പേഷ്യൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവിടെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? സി പറയുന്നത് സ്പ്രിന്റ് ഇൻക്ലൂഡഡ് പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ്. ഈ അൺലൈക്കിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്, കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഈ മീനിങ് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കോമ്പറ്റൻസി. ഇവിടെ പറയുന്നത് സ്പ്രിന്റ് ഇൻക്ലൂഡഡ് പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ്. അൺലൈക്ക് സ്പ്രിന്റ്, ദി അക്കോർഡ് സ്റ്റഡി അലൗഡ് ഡയബറ്റിക് പേഷ്യൻസ് ടു ടേക്ക് പാർട്ട്. അപ്പൊ അക്കോർഡ് സ്റ്റഡിയാണ് ഡയബറ്റിക് പേഷ്യൻസിനെ ഇൻവോൾവ് ചെയ്യിച്ചത്. ഇവിടെ പറയുന്നത് സ്പ്രിന്റ് സ്റ്റഡി എന്നാണ് തേർഡ് ഓപ്ഷൻ പറയുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് എയും സിയും പറയുന്നത്. ഡിസ്പൈറ്റ് ദിസ്, ഇൻ ജനറൽ the accord participants were rather lower risk than those in the sprint trial. Sprint involved higher risk patients. നോക്കി, ഇവിടെ lower എന്ന് പറഞ്ഞാൽ അവിടെ higher എന്ന് പറഞ്ഞു. Accord participants were rather lower risk than those in the sprint trial. So sprint involved higher risk. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ lower risk എന്ന് പറഞ്ഞു, ഇവിടെ higher risk എന്ന് പറഞ്ഞു. അപ്പൊ accord lower risk ആണ്, sprint higher risk ആണ്. അപ്പൊ ഈ പറയുന്ന ലാംഗ്വേജ്, despite this in general, the accord participants were rather lower risk than those in the sprint trial. Sprint involved higher risk patients. ഇതിന്റെ പാരാഫ്രൈസിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന രീതികൾ, ഈ സെന്റൻസുകൾ എഴുതി വെച്ച്, ഈ ഓപ്ഷൻസ് എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓപ്ഷൻസ് ടെക്സ്റ്റിന്റെ അതേപോലെ ആക്കാൻ നിങ്ങൾ പഠിക്കണം. സ്പ്രിന്റ് ഹാഡ് ഫ്യൂവർ പാർട്ടിസിപ്പൻസ് എന്നല്ല, അവിടെ നിങ്ങൾ പറയണം സ്പ്രിന്റ് ഹാഡ് ലാർജർ പാർട്ടിസിപ്പൻസ് ആൻഡ് അക്കോർഡ് ഹാഡ് ഫ്യൂവർ പാർട്ടിസിപ്പൻസ്. അങ്ങനെ തിരുത്തി എഴുതി പഠിക്കണം. അപ്പൊ ആ ലാംഗ്വേജ് ഓപ്ഷൻ, സെന്റൻസ് ഓപ്ഷൻസ് നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 41 നമ്മൾ വായിക്കുന്നില്ല. മെയിൻ റിസർവേഷൻ, മെയിൻ എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്കറിയാം ഒരു സ്കെയിൽ ഉണ്ട്, സ്പ്രിന്റ് പേരുണ്ട്. അത് കഴിയുമ്പോൾ ഓപ്ഷൻസ്, ഇറ്റ് ഇഗ്നോർസ് ദ വൈഡർ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ lowered BP of lowered BP. Its results go against the existing body of evidence. ഇവിടെ its results, ഇവിടെ മെയിൻ റിസർവേഷൻ എന്ന് കൊടുക്കുന്ന I recommend a note of caution, മെയിൻ റിസർവേഷൻ. ഓക്കെ, എന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ a note of caution എന്ന് പറയുന്നുണ്ട്. though a sprint does contradict previous findings. Sprint does contradict previous finding. Existing, go against. Contradict എന്നുള്ളത് സിനോണിമസ് എക്സ്പ്രഷൻ ആണ് ഗോ അഗൈൻസ്റ്റ് എന്നുള്ളത്. പ്രീവിയസ് ഫൈൻഡിങ്സ് എന്നുള്ളതിന്റെ സിനോണിമസ് എക്സ്പ്രഷൻ ആണ് എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് എവിഡൻസ് എന്നുള്ളത്. വാട്ട് ഇമ്പാക്ട് ഡസ് ഡോക്ടർ സ്കെൽട്ടൺ തിങ്ക് ദ സ്പ്രിന്റ് ട്രയൽ വിൽ ഹാവ് ഇൻ ദ ഫ്യൂച്ചർ? അപ്പൊ അതിന്റെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ പോകുന്നില്ല, നിങ്ങൾക്ക് പിന്നീട് സ്വന്തം ചെയ്യാവുന്നതാണ്. പിന്നെ നാളെ അതിനെക്കുറിച്ച് ബിഗിനേഴ്സിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. GPS will adopt a more active approach lowering BP in the elderly. അത് മാത്രമാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഈ ടോപ്പിക് സെന്റൻസിൽ തന്നെ അതിന്റെ സിനോണിംസ് എങ്ങനെ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. മോർ എന്നുള്ളതിന് മോർ എന്ന് തന്നെ ഇവിടെ വരുന്നുണ്ട്. ലോവർ എന്നുള്ളതിന് ലോവറിംഗ് എന്ന് പറയുന്നുണ്ട്. ഓൾഡർ എന്നുള്ളതിന് എൽഡർലി എന്ന് പറയുന്നുണ്ട്. ബാക്കി BPയും GP എല്ലാം ഇതിനകത്തുണ്ട്. മനസ്സിലായോ? ഈ സിനോണിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും സിനോണിംസ് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വല്ലതൊക്കെ മനസ്സിലായോ?
Yes, Father. Yes, Father. ആ Yes, ഇനി Father. Father. ഏതെങ്കിലും Yes, Father. ഏതെങ്കിലും വിസിറ്റ് ചെയ്യണമെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 5-10 മിനിറ്റ് പോകാം. ഏതെങ്കിലും സ്ലൈഡ് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടെണ്ണം ഞാൻ മുഴുവനായിട്ട് എടുത്തു, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഏകദേശം എടുത്തു. ഇനിയുള്ളത് നിങ്ങൾ സ്വയം ഇരുന്ന് ഇതുപോലെ എന്നാ പറയുക, അമ്പും വില്ലും ഒക്കെ കുത്തി എഴുതി വെക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഒരു ലിസണിങ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഓഡിയോക്ക് എത്ര പ്രാവശ്യം കേട്ടാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ നിങ്ങളുടെ ആ സ്ക്രിപ്റ്റ് ഈ കൊച്ചുപിള്ളേര് കുത്തി വരച്ച് ഏതാണ്ട് ഒരു പരുവായി എന്നുള്ളത് കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത പോലെ ആകണം. ആദ്യ നാളുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യ നാളുകളിൽ കൈ കൊണ്ട് തൊടാൻ അറപ്പ് തോന്നുന്ന പോലെ എത്തണം സ്ക്രിപ്റ്റ്. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത് സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കടലക്കാർ പോലും അത് മേടിക്കുകയില്ല, കടക്കാർ പോലും മേടിക്കാൻ സാധ്യതയില്ല കേട്ടോ. അതുകൊണ്ട് അത് ശരിക്ക് കുത്തി വരയ്ക്കുക അതിൽ. കാരണം നിങ്ങളുടെ ഓഡിയോ വിഷ്വലൈസേഷൻ നല്ലപോലെ വർക്കാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഈ 5 സ്റ്റെപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പൊ 7 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്തതാണ് ബിഗിനേഴ്സിന് വേണ്ടി. അപ്പം 5 സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ 3 പ്രാവശ്യം തറപ്പിച്ച് കയ്യേൽ എണ്ണി കാണിച്ച് പറഞ്ഞിട്ടും ഭൂരിപക്ഷം ആൾക്കാർക്കും ഫീഡ്ബാക്ക് ഇട്ടപ്പോൾ അത് തെറ്റിപ്പോയി, ആ ഓർഡറും തെറ്റി, അത് കിട്ടിയില്ല. കാരണം എന്നാ, അവർക്ക് പവർ പോയിന്റ് കണ്ടാൽ വിഷ്വലൈസ് ചെയ്താൽ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ ഭൂരിപക്ഷം ആൾക്കാർക്കും. ഇനി മനസ്സിലായവരുണ്ടായിരിക്കാം, അവർ ഫീഡ്ബാക്ക് ഇട്ടില്ല എന്നുള്ളതായിരിക്കും സത്യം. പക്ഷെ ഫീഡ്ബാക്ക് ഇട്ടവരിൽ ആരും തന്നെ കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്കിന്റെ പ്രാധാന്യം അതാണ്. ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ എത്രത്തോളം ഗ്രഹിച്ചു എന്നും എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്ന് അവർക്ക് മനസ്സിലാകും. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് പഠനം ശരിക്കും ഹോളിസ്റ്റിക് ആകുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുക. സ്ലൈഡ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഷെയറിംഗ് നിർത്തിക്കോട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ സ്ലൈഡുകളെ കുറിച്ച്? സ്ലൈഡ് ഒന്നും കൂടി കാണിക്കോ? അയ്യോ പ്രശ്നമില്ല. 38-ാമത്തെ അല്ലേ ചോദ്യം അല്ലേ? 38. കൊറേ അമ്പും വില്ലും ഉള്ളതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ പറ്റിയില്ല. അമ്പും വില്ലും ഒക്കെ വെറുതെ ഇട്ടേക്കുന്ന, അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ അമ്പും വില്ലും ഒക്കെ ഇടണമെന്ന്? ഇതാണോ 38-ആണോ? അതെ, ഇതാണോ ഉദ്ദേശിച്ചത്? എല്ലാ അമ്പും വില്ലും വേണമെന്നില്ല കേട്ടോ, ഞാൻ എല്ലാം ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 2-3 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താൻ അത് മതി. പക്ഷേ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട രീതി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഈ അമ്പും വില്ലും, ഈ ഞാൻ ആ നീല ബോക്സിനകത്തിട്ടിരിക്കുന്ന സാധനമൊക്കെ നിങ്ങൾ കേട്ട് പോകുമ്പോൾ, ഓഡിയോ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചു പോകുമ്പോൾ കുറിക്കേണ്ട കാര്യങ്ങളാണ്. കിട്ടി? അപ്പൊ ഞാൻ പറയണേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാ ചെയ്യേണ്ട കേട്ടോ. ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ഇങ്ങനെ കാണും, അത് കഴിയുമ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തോ സ്കിം ചെയ്തു പോകും. അത് കഴിയുമ്പോൾ ഇങ്ങനെ അമ്പും വില്ലും കുത്തുമെല്ലാമായിട്ട് നിറയ്ക്കും. അത് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും, അതിനകത്ത് കണ്ട സ്ട്രാറ്റജീസ് എല്ലാം ഏതാണെന്ന്. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. 1, 2, 3. ആദ്യം ഓഡിയോ കേൾക്കുന്നു, അത് കഴിഞ്ഞ് ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ യഥാർത്ഥമായുള്ള കോമ്പിറ്റൻസി വരികയുള്ളൂ. അല്ലെങ്കിൽ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസി എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. കോമ്പിറ്റൻസി ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും, നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ഒരു ഓഡിയോ എടുത്ത് കേട്ട് എനിക്ക് 42-ൽ ഇത്ര കിട്ടി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 44 ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് പോയാൽ അതൊരു പ്രാക്ടീസേ അല്ല. നിങ്ങൾക്ക് ഒരു ജനറൽ കോമ്പിറ്റൻസി ഇമ്പ്രൂവ് ആകുമായിരിക്കും, അത് ഒത്തിരി കാലം എടുക്കും. അതേസമയം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു 10 അല്ലെങ്കിൽ 12 മെറ്റീരിയൽ മാക്സിമം ചെയ്താൽ ബിയും, ഒരു 15 തൊട്ട് 18 മെറ്റീരിയൽ വരെ ചെയ്താൽ എയും കിട്ടുന്നതിന് യാതൊരു സംശയമില്ല. ഈ ലോകത്തിലുള്ള മുഴുവൻ മെറ്റീരിയലും ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് ആദ്യത്തെ 1-2 മെറ്റീരിയലിന് ഇത്ര സമയം എടുക്കുള്ളൂ. പിന്നെ നിങ്ങൾ സമയം കുറഞ്ഞു പോകും, പെട്ടെന്ന് പോകും. അത് കഴിഞ്ഞ് ഒരു 5-6 മെറ്റീരിയൽ ഇങ്ങനെ, ഒരു 4-5 മെറ്റീരിയൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഫാസ്റ്റ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും, നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകാനും തുടങ്ങും. അപ്പൊ ലിസണിങ്ങിൽ പിന്നെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ചെയ്താലും ഓഡിയോ കേൾക്കണം. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 7 ദിവസം കേൾക്കണം എന്ന് പറഞ്ഞാൽ വേറെ പ്രാക്ടീസ് ചെയ്യരുന്നല്ല. അടുത്ത ദിവസം അടുത്ത പുതിയ ഓഡിയോ എടുത്ത് ലിസണിങ് പ്രാക്ടീസ് ചെയ്തു, അടുത്ത സിഒ ഫുൾ എയോ ബിയോ സിഒ എയും ബി സിഒ ചെയ്തു. പക്ഷെ ഈ ഒരെണ്ണം ആരംഭത്തിലെ ദിവസം ചെയ്യുന്നതിന്റെ ഓഡിയോ നിങ്ങൾ ഒരാഴ്ചക്കാലം അത് റിപ്പീറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യമെങ്കിലും കേൾക്കണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനാണെങ്കിൽ അതൊരു ലിസണിങ് ചാലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ട് തുടർച്ചയായിട്ട് കേൾക്കുക. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക. ഇവിടെ ഒരു ആൻസർ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ആക്സെന്റ് നിങ്ങളുടെ മനസ്സിൽ പതിയും.
അവർ പറയുന്ന രീതി, ആൻസർ പറയുന്ന രീതികൾ നിങ്ങളുടെ മനസ്സിൽ പതിയും. അതുപോലെ തന്നെ ഓരോ ആസ്പെക്റ്റിൽ നിന്ന് മറ്റൊരു ആസ്പെക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോ പറഞ്ഞായിരുന്നല്ലോ ഒരു 5 പോയിന്റ്സ്. 5 അല്ലല്ലോ ഞാൻ പറഞ്ഞത്. 5 + 2 7 ടോട്ടൽ എന്നും പറഞ്ഞായിരുന്നു. ഞാൻ അതെ. ആദ്യം കേട്ടില്ല, ഡ്യൂട്ടിയായിരുന്നു. ഒന്നുകൂടെ പറയുവോ ആദ്യം തൊട്ട് അതെന്തൊക്കെയാണ്? ആണോ? ഇതാണ് ഉദ്ദേശിച്ചത്. സ്റ്റെപ്പ് 1, ഡു ദ ടെസ്റ്റ് അണ്ടർ എക്സാം കണ്ടീഷൻസ്. Step 2, refer the key and identify the mistakes. Step 3, record your score on self-assessment form. Step 4, listen to the audio again and try to identify the answers and related strategies. Step 5, listen to the audio, read the script, and mark the answers and highlight the related strategies. Step 6, detailed analysis of the audio and script to understand the strategies involved. Step 7, analytically listen to the same audio repeatedly for a week. Clear ആണോ? പ്രജു, കൺഗ്രാചുലേഷൻസ്. നല്ല മനോഹരമായിട്ട് കഴിഞ്ഞ ദിവസം മീഡിയ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്തു. നല്ല മച്ചുവർ ആയിട്ട്. താങ്ക് യു ഫാദർ. അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ അത്ര ഈ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഈ ഫിലോസഫി ഗ്രൂപ്പിനെ വന്നതിന് ശേഷം പിന്നെ റെജിന അവരൊക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് റെജിനയാണ് സജസ്റ്റ് ചെയ്തത്. അതായത് മീഡിയ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അതിന് ശേഷം ആ സ്ക്രീനിങ് ഓർക്കുന്നുണ്ടോ ഫാദർ? ഒരു ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിലായ സമയത്തും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറ്റിയില്ല. എനിക്കൊന്നും വിചാരിച്ചതിലൊന്നും പറ്റിയില്ല. അപ്പൊ തന്നെ ഞാൻ ഫാദറിന് മെസ്സേജ് ചെയ്തു, ഞാൻ എന്തായാലും വിടുകയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഫാദർ പറഞ്ഞു, എൻകറേജ് ചെയ്തു, ഒന്നും പ്രശ്നമാക്കണ്ട, ഒന്നും സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ഓർക്കും അന്നൊരു 12 hour ഡ്യൂട്ടി ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ റെജിന കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രജു നിനക്ക് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ഇതുപോലെ കിറ്റ് ചെയ്യണം, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. ഒരു നെഗറ്റീവ് തിങ്കിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം അയർലൻഡിലാണ് ഞാനുള്ളത്. ഒരു 5.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് ശരി, ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ടൈം ആണ് ശരി, നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴും റെജിൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിളിച്ചുകൊണ്ടിരുന്ന് പിന്നെ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു സെക്കൻഡ്, ആ ഒരു മോട്ടിവേഷൻ, എംപയറിംഗ് എന്നൊക്കെ പറഞ്ഞത് ഒരു തികച്ചും അർത്ഥവത്താണ്. ആ ഒരു ഇതിന്റെ എനിക്ക് തോന്നുന്നു അന്നേരം ആ ഒരു സമയം ഒരു 18th, അതായത് ഇപ്പം ഈ മീഡിയ കോൺഫറൻസ് നടക്കുന്ന ദിവസമായിട്ടുണ്ടാവും. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമില് എനിക്കൊരു നല്ലൊരു ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. ഫാദറിന്റെ മെസ്സേജും മോട്ടിവേഷൻ ആയിരുന്നു. റെജീന പറഞ്ഞു, കൺവിൻസ് ചെയ്തു. പിന്നെ അതിലേക്ക് ആ മീഡിയ കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ പറ്റി. അതില് സന്തോഷമുണ്ട് ഫാദർ. പിന്നെ എനിക്കിപ്പോ ഈ പങ്കെടുക്കുന്ന എല്ലായിടത്തും നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. നമുക്ക് ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടില്ല. അപ്പോ ഇതിലൊരു നല്ല അഭിമാനമുണ്ട് ഫാദർ. പിന്നെ പങ്കെടുക്കാൻ പറ്റിയാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. വെൽക്കം. നന്നായിട്ട് പറഞ്ഞു. രചന ഇവിടെ ഇല്ല. രചനയ്ക്ക് ഒരു അഭിനന്ദനം. രചന ഇങ്ങനെ രാത്രി പ്രജുവിന്റെ ക്ലാസ് ഡ്യൂട്ടി കഴിയുന്നവരെ കാത്തിരുന്ന് മെസ്സേജ് ഇട്ടുകൊണ്ട് കാത്തിരുന്ന് പ്രജുവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പ്രജുവിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ രചനനെ അങ്ങ് ഏൽപ്പിച്ചു, പ്രജുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പൊ ഫുള്ള് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. അത് മനോഹരമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സൗമ്യാലും ശരി, ഈ എംപവറിംഗ് മെമ്പേഴ്സ് ആയാലും എല്ലാവരും ഒരുപാട് അവര് പ്രയത്നിക്കുന്നുണ്ട് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഈവൻ അവരിപ്പോ ഡ്യൂട്ടി ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും എല്ലാവരും ആയാലും ആരെങ്കിലും പേര് വിട്ടുപോയി ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ആര്യ. എല്ലാവർക്കും താങ്ക്സ്. എഡ്യൂസ്കിൽസ് ഫാമിലിക്ക് എല്ലാവരും ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണേ പരമാവധി അറ്റൻഡ് ചെയ്യുമ്പോൾ. വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ നാളെ 3 സെഷൻ അടുപ്പിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. നാളെ 7 പേര് ഈ ഓരോ ചോദ്യങ്ങളും എടുക്കുന്നുണ്ട് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച്. ഞാൻ ഇതിനെ ഫോസ്റ്റർ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സിസ്റ്റം ആൾക്കാരുടെ ഉള്ളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഇതിന് നല്ല ക്ഷമ വേണം, എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത് സ്ട്രെസ് ചെയ്ത് ഞാൻ പോകുന്നത് വീണ്ടും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ PPT അല്ല, നിങ്ങൾക്ക് അറിയാം, ഇന്ന് ഞാൻ കുറച്ച് ആഡ് ചെയ്തു, കുറച്ചുകൂടെ വ്യക്തത വരുത്തി. ഇനിയിപ്പൊ നാളെ ബിഗിനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈ സ്കെയിൽ എന്നതാ, അല്ലെങ്കിൽ മോഡൽ വെർബ്സ് എന്നതാ, അതുപോലെ തന്നെ സിനോണിംസ് എന്നതാ എന്നൊക്കെ ഓരോന്നും എടുത്തു പറഞ്ഞ ആ ഓരോ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 7 ആസ്പിരൻസ് റെഡിയാകുന്നത്. അപ്പൊ അതോടുകൂടി ഏകദേശം ഒരു അത്യാവശ്യം
ഇനി ചുമ്മാ ഇങ്ങനെ മാറ്റി വെക്കാൻ പോകുമ്പോ അയ്യോ ഒന്നും തോന്നാൻ വേണ്ടിയിട്ട് ഓഡിയോ കേട്ടിട്ട് അന്നേരം ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തങ്ങ് കളയാൻ പോകുന്ന സമയത്തെ ചെയ്തില്ലല്ലോ എന്നൊരു ഫീലിംഗ് എങ്കിലും വരുമോ നോക്കാന്നോർത്താണ് വീണ്ടും വീണ്ടും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. ഇത് ക്ഷമ വേണം, പക്ഷെ ഇതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒന്നിനല്ല കേട്ടോ, ലിസണിങ്ങിന് മാത്രമല്ല, റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും എല്ലാം സഹായിക്കും. ലാംഗ്വേജ് കോമ്പറ്റൻസിയാണ് ഇമ്പ്രൂവ് ആകുന്നത്. റീഡിങ്ങും ലിസണിങ്ങും സെയിം ആണ്. നിങ്ങൾ സ്ക്രിപ്റ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ റീഡിങ്ങിന് പ്രാക്ടീസ് ചെയ്യുന്ന അതേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. റീഡിങ് ടെക്സ്റ്റ് പോലെ തന്നെയാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്തോ പേര് പറയാം. നാളെ എത്ര മണിക്കായിരുന്നു? നാളെ എത്ര? 5 മണിക്ക്. സെയിം ടൈം. അതെ അതെ, സെയിം ടൈം കേട്ടോ, സെയിം ടൈം. യെസ് യെസ്. പിന്നെ മീഡിയ അക്കൗണ്ട് ഫാദർ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഫാദറിന് ഒരു ഡൗട്ട് വെച്ചിട്ട് ഞാൻ പേഴ്സണലി ഫാദറിന് ഒരു ഡൗട്ട് വെച്ച് മെസ്സേജ് ഇട്ടതായിരുന്നു. അതിനുശേഷം ഫാദർ എനിക്ക് ഓരോ പ്രാവശ്യവും പേഴ്സണൽ മെസ്സേജ് ഇട്ട് എനിക്ക് ഇതെല്ലാം ഇൻഫർമേഷൻ ഇന്റിമേഷൻ ഒക്കെ തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കൺസിഡർ മീ ആൾസോ. ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ ഫാദർ, എനിക്ക് റീഡിങ് ലിസണിങ് ഭയങ്കര ടഫാണ്. അപ്പൊ ഞാൻ ഫാദറിന്റെ വീഡിയോസ് ആണ് കൂടുതൽ കാണുന്നത്. ഇന്നിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതായിരുന്നു, കുറച്ച് ലാസ്റ്റ് പോർഷന് കാണാം. അല്ല, കണ്ടിട്ടും കേട്ടിട്ടും കാര്യമില്ല, അത് എഴുതി വെച്ച് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. സമയം എടുത്ത് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഓരോ ദിവസം 4 മൊഡ്യൂൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സാഹസം കാണിക്കാൻ പോയേക്കരുത്. ഒരു റീഡിങ് ലിസണിങ്, ഒരു റീഡിങ് എ പാർട്ട് എടുത്ത് ഒരാഴ്ച അങ്ങ് ചെയ്തേക്കുക. ഒരു ആശ്വാസമല്ല, അത്രയൊക്കെ ചെയ്താൽ മതി, ധാരാളം മതി. അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അടിച്ചു പോവുള്ളൂ. ഇപ്പൊ സംസാരിച്ച സിന്ധു കേൾക്കാതെ നോക്കട്ടെ, ഇയർഫോൺ ശരിയായിരുന്നു. അത് എനിക്കൊന്ന് ബ്ലൂടൂത്തിന്റെ ചാർജ് തീർന്നായിരുന്നു. ഇപ്പൊ കേൾക്കാമോ? കേക്കാം. ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ വരുന്നുണ്ട് ഫാദർ, പിന്നെ ടൈമിങ്ങിന്റെ ഇതുകൊണ്ട് ഡ്യൂട്ടി, അതുകൊണ്ടാണ് മാക്സിമം ഞാന് സമയം കുറവുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിൻ പാനലിൽ അറിയിച്ചാൽ മതി, അവര് സമയം അയച്ചു തരും കൊറിയർ ആയിട്ട്, എത്ര വേണമെന്ന് പറഞ്ഞാൽ. കാരണം അവർക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഡ്യൂട്ടി നമ്മുടെ കുറെ ആൾക്കാരാണെങ്കിൽ 12 മണിക്കൂർ ഡ്യൂട്ടി, 2-3 പിള്ളേര്, അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം, ഭാര്യയുടെ ജോലി എല്ലാം ചെയ്തിട്ട് പിന്നെ എന്നാ പറയുക, തുടർച്ചയായിട്ട് അഡ്മിൻ പാനലിലെ എംപവറിംഗ് ആർമിയിലും സെഷൻ എടുക്കാനും പിന്നെ ആരുടെ പുറകെ നിൽക്കാനും രാത്രി കാത്തിരുന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ റെഡി ഉള്ളവരുണ്ട്. അവരെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവര് വേണേ സമയം അയച്ചു തരും, കാരണം അത്രയും സമയം അവർക്കുണ്ടല്ലോ. ഞാൻ അനുശ്രീ, ഒരു ബിഗിനർ ആണ് ഫാദർ. എനിക്ക് ഈ മെറ്റീരിയൽ എങ്ങനെയാണ്, മെറ്റീരിയലും അതേപോലെ തന്നെ സ്ക്രിപ്റ്റും എങ്ങനെയാണ് കിട്ടുന്നത്? മെറ്റീരിയലും സ്ക്രിപ്റ്റും നമ്മുടെ DP ഉണ്ടല്ലോ, ടെലഗ്രാമിലെ മോളുടെ DP ഇല്ലേ, ഒരു റൗണ്ടില്, അതേ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഫയൽ സെഗ്മെന്റിലേക്ക് പോകും. അവിടെ ഫയലിൽ ചെന്ന് കഴിഞ്ഞാൽ മെറ്റീരിയൽ കിടപ്പുണ്ട്, അതുപോലെ തന്നെ മീഡിയയിൽ ചെന്ന് കഴിഞ്ഞാലും ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ ആണെങ്കിൽ, ലിസണിങ്ങിന്റെ ആണെങ്കിൽ സ്ക്രിപ്റ്റിൽ ചെന്നാൽ കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്ത് കിടപ്പുണ്ട്. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് സ്റ്റഡി പ്ലാനിൽ ബാച്ചിലുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ 4 ആഴ്ചത്തെയും കൃത്യമായ മെറ്റീരിയൽ എല്ലാം കിടപ്പുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിന്റെ ഫംഗ്ഷനിങ്, ഒന്ന് ടാസ്ക് ഓഫ് ദ ഡേ, ഡിസ്കഷൻസ് ത്രൂ ഔട്ട് ദ ഡേ അബൌട്ട് ദ ടാസ്ക്, പിന്നെ പോൾ എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്, അറിയത്തില്ല അവർക്ക്, അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ റീഡിംഗ് ആൻഡ് ലിസണിങ് ചാലഞ്ച്, ലിസണിങ് ചാലഞ്ച്, അതുപോലെ തന്നെ 5 PM ഡിസ്കഷൻസ്, ലൈവ് സൂം സെഷൻസ്, അപ്ലിക്കേഷൻസ്, കോച്ചിങ് റെയ്നെ ആൻഡ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റഡി ഗ്രൂപ്പ്. ബിൻസി ഓൾറെഡി അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. എംപവറിംഗ് ആർമി എനിക്ക് നോക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ 9 കാര്യം ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ അത് എല്ലാവരോടും വേണമെങ്കിൽ കൊടുത്തിട്ട് അവര് കേറുമ്പോ ഒന്ന് അങ്ങ് ഇട്ടേക്കാൻ പറ, അല്ലെ? മുടക്കൊന്നുമില്ലല്ലോ. അവര് ഇതിനകത്തേക്ക് എന്നാ പറയണേ, കാല് വെക്കുമ്പോ ഒരു കാര്യത്തോടു കൂടി കാല് വെക്കട്ടെ. കാരണം പലർക്കും അറിയത്തില്ല ഇതെന്നൊക്കെയാണെന്ന്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. എന്നാലൊക്കെ കോമ്പറ്റൻസി വരുവുള്ളൂ.
എനിക്കാണ് ഈ മെസ്സേജുകൾ മുഴുവൻ വരുന്നത്. അതായത് എല്ലാവരുടെയും വരുന്നവരുടെ നല്ലൊരു ശതമാനം, മിനിമം ഒരു പകുതി ആൾക്കാരുടെ കരച്ചിൽ ഇതാണ്. ഞാൻ അവസാനമാണ് അറിഞ്ഞത് എക്സാമിന് 2 ആഴ്ചയുള്ളൂ, 1 ആഴ്ചയുള്ളൂ, 3 ആഴ്ചയുള്ളൂ, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞത് അവസാനമാണ്. എങ്ങനെയെങ്കിലും അറിയിക്കാൻ നോക്കുക. പിന്നെ അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ, വേണമെങ്കിൽ ചെയ്യണ്ട അറ്റ്ലീസ്റ്റ്. അതുപോലെ തന്നെ ഞാനൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് സൗമ്യനെ ഒന്ന് ഓർപ്പിച്ചിട്ട് നിങ്ങൾ അഡ്മിൻ പാനലിലെ എംപവറിംഗ് ആർമിയിലൊക്കെ ഒന്ന് ഇട്ടിട്ട്, അതായത് ലിങ്ക് മാത്രം, മറ്റേ തമ്പനയിൽ ഒന്നും ഇല്ലാണ്ട് സെഗ്മെന്റ് തിരിച്ച് റീഡിങ്. അതുപോലെ തന്നെ ഞാനത് രചന കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടായിരുന്നു, അത് ഞാൻ എന്നാ പറയണേ, മറ്റേ കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്ലാറ്റ്ഫോം യൂട്യൂബിലും കാറ്റഗറൈസ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ലിങ്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് പറ്റുന്നിടത്ത് പരമാവധി സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ആരെങ്കിലും കാണട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുത്താം. നമുക്ക് ഒരു മുടക്കവും ഇല്ലല്ലോ. ഫേസ്ബുക്കിലോ നമ്മുടെ കോൺടാക്റ്റുകളിലോ, ഒരുപക്ഷെ പേരൻസ് ആയിരിക്കും നമ്മുടെ കോൺടാക്റ്റിലുള്ളവര്, അവര് ചിലപ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കണ്ട് കയറി പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഒരു നന്മ വരട്ടെ. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് എല്ലാവരും പരമാവധി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. അതായത് ഇതുവരെയുള്ള ലിങ്ക് എല്ലാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ഞാൻ ചെയ്ത് സൗമ്യ ചെയ്തിട്ടുണ്ട്. അത് ഒന്നിലെ എന്നെ ഓർപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ സൗമ്യയോട് ചോദിച്ച് മേടിച്ചിട്ട് നിങ്ങളും എല്ലായിടത്തും ഒന്ന് പോസ്റ്റ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇനി അരമണിക്കൂർ ഇരിക്കുമ്പോൾ വേറെ ആരും ഒരു ചോദ്യമായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വിടാം. അതിന്റെ കൂടെ എനിക്കറിയില്ല, ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ സൗമ്യയോടൊന്ന് പറഞ്ഞാൽ മതി, മറ്റേ ആപ്ലിക്കേഷന്റെ ലിങ്കും ചെയ്യാൻ പറഞ്ഞാൽ മതി. അതിലുപരി ഞാൻ ഉദ്ദേശിച്ചത് എന്നാണെന്നറിയാം, മെയിൻ പ്ലാറ്റ്ഫോമിൽ ലിങ്ക് പാസ് ചെയ്യാനല്ല, നിങ്ങളുടെ കോൺടാക്റ്റുകളിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ്, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതിയല്ലോ, ഈ ലിങ്കുകളൊന്ന് അയക്കുക, പരമാവധി എത്തിക്കുക. അതുപോലെ തന്നെ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആഡ് ചെയ്യുക. എത്രയോ പേര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ആ ഏഞ്ചൽ ആരാന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ മാലാഖ ആരാന്ന് അറിയത്തില്ല, നല്ല മനുഷ്യർ ആരാന്ന് അറിയത്തില്ല, എന്നെ ആഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് UK ചെന്ന് കഴിഞ്ഞും അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞും ഒക്കെ മെസ്സേജ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും അറിയേണ്ട ആൾക്കാര് അല്ലേ? അപ്പൊ പരമാവധി ആഡ് ചെയ്യുക. കാരണം ഒത്തിരി പേർക്ക് അറിയില്ല, ഒത്തിരി പേര് ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പഠിച്ച് ഒരു തരി സ്വർണം പോലും കയ്യിലില്ല, വിറ്റും പണയം വെച്ചും തീർത്തു. ഇനി ഒരു നിവൃത്തിയില്ല പഠിക്കാൻ. അതുകൊണ്ട് അതൊരു യജ്ഞമായിട്ട് എടുക്കുക. നിങ്ങൾ ബാക്കിയുള്ളവരും പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആൾക്കാരെ ആഡ് ചെയ്യുന്ന വഴിയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് പാസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ഇതിനകത്തുള്ളവരെല്ലാവരും ചുമ്മാ നിങ്ങളുടെ കോൺടാക്റ്റുകളിലേക്ക് ഒന്ന് പാസ് ചെയ്താൽ എവിടെയൊക്കെ എത്തിപ്പെടും. അതുപോലെ തന്നെ ടെലഗ്രാം ലിങ്കും ആപ്പ് ലിങ്കും ഒക്കെ അതിലൊന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ ഫേസ്ബുക്കിലും അല്ലാത്തടത്തും ഒക്കെ ഒന്ന് റീച്ച് കൊടുക്കുക. ഛേദമില്ലാത്ത ഉപകാരമാണ്. ചിലപ്പോൾ അതുകൊണ്ട് എത്ര പേരുടെ ജീവിതം, ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ടാൽ മതിയല്ലോ, അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയല്ലേ. എത്രയോ പേര് ഇവിടെ ഓപ്പൺ ആയിട്ട് പല സെഷനിലും പറഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങനെ വന്ന് കയറിയതിനെ കുറിച്ചൊക്കെ ആരാ ചേർത്തതെന്ന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാ ഇടണ്ടെന്നൊക്കെ വിൻസിയോട് ചോദിച്ചാൽ വിൻസി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. Thank you, Father. Welcome. Bye-bye. God bless you. First time I was attending your session. Okay. Can Who is you that? clearly explain? Thank you, Father. Yeah, bye-bye. Thank God you, bless Father. you. Thank you, God Father. bless you. Yes. God bless you. Bye-bye. Thank you, Father. Thank you, Father. Thank you, Father. Okay, bye. Good night. Thank you, Achan. Bye, good night, Isha. Good night. Good night. Good night.